എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ വന്ദനങ്ങളെ ചൊല്ലുന്നു. എന്റെ വാക്കുകൾ ഇവിടെ വിരാമം തുടർന്നുള്ള സമയങ്ങൾ അത് ദൈവത്തിന്റെ കർത്താവിദാസൻ ശുശ്രൂഷ ദൈവത്തിന്റെ ആത്മാവ് തന്നെ ഏതെല്ലാം വരികളിൽ അത് നിയോഗിക്കുന്ന ആ വരികളിലെ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് അവസരം നൽകുമാറാകട്ടെ. അവസാന സമയത്ത് അത് ദൈവദാസൻ ചേർന്ന് ആരാധന ലീഡ് ചെയ്ത് വളരെ അനുഗ്രഹത്തോടെ പിരിയുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ഇതിനൊന്നും യോഗ്യരല്ല, നമ്മളെ കർത്താവ് യോഗ്യനാക്കി. ആകിയാൽ നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്കത്തോളം കർത്താവിനെ ശ്രദ്ധിക്കാം. അതേ ഭക്തൻ പ്രത്യാശയോടെ അതേ സ്വതന്ത്രം പ്രിയ അപ്പച്ചൻ ഇങ്ങനെ പാടി, ഉന്നത വിളിക്കു യോഗ്യരെ വിളിച്ചാലെന്റെ വാർത്തപ്പെടുത്ത് ഇന്ന് രാത്രി ദൈവം നമ്മളുമായി പങ്കുവയ്ക്കുന്നത് ആദരണീയനായ പാസ്റ്റർ അൻഷൻ മാരാമൺ അവർകളാണ്. ഒരു പാസ്റ്റർ മാത്രമല്ല, ഒരു ഡോക്ടറും കൂടെയാണ്. സ്വതന്ത്രം ഇന്ന് രാത്രി ആവശ്യമായ ദൈവിക സന്ദേശം
അതും ഞങ്ങൾ ഇന്നാണ് മുഖാമുഖം ഏതാണ്ട് 4 വർഷമായിട്ട് ഞങ്ങൾ ബന്ധമാണ്. ഇന്നാണ് ഞങ്ങൾ മുഖാമുഖം കാണാൻ കഴിഞ്ഞത്. സ്തോത്രം. കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്നു അതേ പ്രിയ ദിവസക്കാലം പഠിച്ച് നമുക്ക് ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുടക്കത്തിലെ ഒരു നല്ല കാര്യം ഈ സഭയെക്കുറിച്ച്, ഈ ആലയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ സ്ഥലത്ത് ദൈവവചനത്തിന്റെ കുത്തൊഴുക്ക് ഹല്ലേലൂയ, പെരുവെള്ളത്തിന്റെ പാച്ചിൽ പോലെ. എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്? എന്റെ അനുഭവമാണ്. കാരണം ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ദേവദാസൻ എന്നെ ഈ ദൗത്യം ഏൽപ്പിച്ച നിമിഷം മുതൽ ഞാൻ ദൈവസ്ഥാനത്തിലിരുന്നു. കർത്താവ് എനിക്ക് മനോഹരമായ ഒരു ദൂത് തന്നു. 2 ദിനവൃത്താന്തം 13, 14, 15, 16 അധ്യായങ്ങൾ ഞാനത് കുത്തിയിരുന്ന് പഠിച്ചു, വായിച്ചു, സന്തോഷിച്ച് ഇന്ന് പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. കർത്താവ് പറഞ്ഞു മാറ്റിയേക്കാൻ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. വേറെ ദൂത് പിടിച്ചോളാൻ പറഞ്ഞു. ഇവിടെ വന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട 2 ദൈവ വചന ശുശ്രൂഷകൾ അനുഭവിച്ചു. 2ാമത്തെ ശുശ്രൂഷ കർത്താവ് എനിക്ക് തന്ന ആ ദൂതായിരുന്നു. ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ മനസ്സിലായി, ഹല്ലേലൂയ, ഞാൻ തയ്യാർ ചെയ്തതല്ല സഭയ്ക്ക് വേണ്ടത്, ദൈവാത്മാവ് ഏൽപ്പിക്കുന്നതാണ് വേണ്ടത്. ദേവദാസനോട് ഇവിടെ ഇരുന്നു. എനിക്കറിയില്ല, ഞാൻ എഴുതി തന്നിരിക്കുന്നത് ഇവിടെ ഇരുന്ന് ഒഴുകി വന്ന വചനങ്ങളാണ്. അതൊന്നും ഒരുപക്ഷെ ഒരു വചനം പോലും നമ്മള് ശുശ്രൂഷിച്ചു വരികയില്ല. പക്ഷെ ഒഴുക്ക്, ആ വചനത്തിന്റെ ഒഴുക്ക് അതിഭയങ്കരമായിട്ടുണ്ടായി. അത് എഴുതിയെടുത്തു, ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. സ്തോത്രം. എനിക്ക് ഈ കാണാതെ പഠിക്കുന്ന എനിക്ക് വലിയ പ്രയാസമാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ തോറ്റിട്ടുള്ളത് സാമൂഹ്യ പാഠത്തിന്. കാണാതെ പഠിച്ചാൽ നിൽക്കുകയില്ല. ഇന്നും അങ്ങനെ, ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഞാൻ കിട്ടുന്ന കാര്യങ്ങൾക്ക് എഴുതി വെക്കും. സ്തോത്രം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ബഹുമാന്യ ബിനറ്റ് പാസ്റ്റർ ശുശ്രൂഷിക്കുന്ന സഭയിൽ ദൈവവചനമായിട്ട് നിൽക്കുവാനായിട്ട്. പാസ്റ്റർ പറഞ്ഞതുപോലെ ഏകദേശം 4 വർഷത്തോളമായി ഞങ്ങൾ വാട്സാപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമായിരുന്നു, ഇടപെടുമായിരുന്നു. ആദ്യമായിട്ടാണ് കാണുവാൻ സാധിച്ചത്. അപ്പോൾ എനിക്ക് ഒരു കാര്യത്തിനും സന്തോഷമുണ്ട്. പ്രിയ ജോൺസൺ പാസ്റ്റർ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുവഴി കാർ ഓടിച്ചെന്ന് പോയിരുന്നു. പാലായിൽ പോയതാണ്. പോകുന്ന വഴിക്ക് പാസ്റ്റർ ഇങ്ങനെ ക്രോസ് ചെയ്ത് കണ്ടു. വർഷങ്ങളോട് ഞാൻ കാണുന്നത്. ഞാൻ പാസ്റ്ററെ കാണുന്നത് ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യം കണ്ടത് 2011 എന്നെ സ്ഥാനപ്പെടുത്തിയ ജോൺസൺ CJ പാസ്റ്ററിന്റെ ഖാദോഷ് ക്രിസ്ത്യൻ ചർച്ച്, അവിടെ 2011 എന്റെ ഓർമ്മ, ദേവദാസൻ വന്ന് ശുശ്രൂഷിച്ചിരുന്നു. ആ ശുശ്രൂഷ അനുഭവിച്ച ശേഷം ഈ കഴിഞ്ഞ ദിവസം റോഡിൽ വെച്ച് കണ്ടു. ഇന്ന് നേരിട്ട് ഒരുമിച്ച് ഞങ്ങൾക്ക് കർത്താവിന്റെ വചനം പങ്കിടുവാനായിട്ട് വന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതെല്ലാം കർത്താവിന്റെ ഒരു പദ്ധതിയാണ്. ഇതിന്റെ എല്ലാം പിന്നിൽ ദൈവത്തിന് വലിയ ഹല്ലേലൂയ സ്തോത്രം പദ്ധതികളുണ്ട്, പ്ലാനുണ്ട്. ഞാൻ ദിവസങ്ങളിൽ ഇരുന്ന് ആലോചിച്ചു ഏത് ഭാഗം എടുക്കണം. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ അനുഭവിച്ച വചന ശുശ്രൂഷയിൽ ദേവദാസൻ ശുശ്രൂഷിച്ചത് മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചില്ലേ. പക്ഷേ ആ ശുശ്രൂഷയിൽ ദേവദാസൻ പോലും വിചാരിക്കാതെ കടന്നു വന്നൊരു വിഷയമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി, അളവറ്റ ദൈവത്തിന്റെ അളവറ്റ ശക്തി. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് എനിക്ക് ദൂത് തരണം. സ്തോത്രം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വചനത്തിന്റെ ഒരു കുത്തൊഴുക്കാണ് ഉണ്ടായത് ഞാൻ എഴുതിയത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കാം ഉൽപ്പത്തി പുസ്തകം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യവും അതിനോട് ചേർന്ന് വെളിപ്പാട് പുസ്തകം 22-17 വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം ആദ്യം വായിക്കണം. അതിനുശേഷം വെളിപ്പാട് പുസ്തകം 22-17. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിൻ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു.
വെളിപ്പാട് 22 പറഞ്ഞത്. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവിതത്തിനും സൗജന്യമായി വാങ്ങട്ടെ. ഹല്ലേലൂയ. ഹീന മനുജനനം എടുത്ത യേശുരാജൻ നിൻ സമീപേ നിൽപ്പൂ. ഏറ്റുകൊള്ളവനെ തള്ളാതെ, ഏറ്റുകൊള്ളവനെ തള്ളാതെ. ഹീന മനുജനനം എടുത്ത യേശുരാജൻ നിൻ സമീപേ നിൽപ്പൂ. ഏറ്റുകൊള്ളവനെ തള്ളാതെ, ഏറ്റുകൊള്ളവനെ തള്ളാതെ. കൈകളിൽ കാൽകളിൽ ആണികൾ തറച്ചു സുന്ദരമായ സന്ധ്യാസമയത്തിനായിട്ട് നന്ദിയോടെ സ്തുതിച്ച് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവർക്കായി അവിടുത്തെ പദ്ധതി പ്രകാരം ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ സന്നിധിയുടെ ഉപവാസത്തോടെ കൂടി വരുവാൻ അവിടെ നിന്ന് ചെയ്ത കൃപയ്ക്ക് നന്ദിയോടെ സ്തുതിക്കുന്നു. പകലിലെ ശുശ്രൂഷകളെല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുള്ള കഴിഞ്ഞ 11 ദിവസങ്ങളായിട്ട് കർത്താവ് ഇന്ന് 12ാമത്തെ ദിവസമാണല്ലോ. അവിടുത്തെ സന്നിധിയിൽ ഉപവാസത്തോടെ ഇരിക്കുന്ന ദേവദാസനെയും സഭയെയും ഞങ്ങളുടെ പുണ്യകരങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏത് വിഷയം ഹല്ലേലൂയ അവിടുത്തെ മുൻപിൽ നിരത്തി ദൈവസ്ഥനിലായിരിക്കുന്നു അതിന്റെ മേലെല്ലാം അവിടുന്ന് മറുപടി അയച്ചിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തി അത് നീക്കി തക്ക സമയത്ത് അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ അവിടെ ഇടയാക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കൂടെയുള്ള ദേവദാസന്മാരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ ഏൽപ്പിക്കുന്നു, കുടുംബങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ഞങ്ങളിപ്പോൾ അവിടുത്തെ ആരാധിക്കുന്ന സ്ഥലത്തിന് ചുറ്റുപാടുമുള്ള സകല കുടുംബങ്ങളെയും വ്യാപാര സ്ഥാപനങ്ങളെയും വ്യക്തി ജീവിതങ്ങളെയും വഴിപോക്കിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അവിടുന്ന് കടാക്ഷിക്കുന്നതിനാണ് ശ്രദ്ധിക്കുന്നു. പ്രാർത്ഥനയോടെ ആസ്വദിക്കുന്നു യേശുവിന്റെ പവിത്ര നാമത്തിൽ തന്നെ. എന്റെ പേര് ആൻസൺ എബ്രഹാം വർഗീസ് എന്നാണ് അറിയപ്പെടുന്നത്. ആൻസൺ മാരാമൺ. കാരണം ഞാൻ മാരാമണ്ണ് എന്ന ദേശത്ത് ജനിച്ചതുകൊണ്ട് ഞാൻ അധികമൊന്നും അതിലേക്ക് പോകാതെ വചനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുക എന്നുള്ള ശുശ്രൂഷ. അതുകൊണ്ട്
ആ നിലയിലായിരിക്കും കൂടുതലും എന്റെ സംസാരം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് വചനങ്ങൾ വായിച്ച് അത് വിശദീകരിച്ച് ഹല്ലേലൂയ സംസാരിക്കുന്ന ഒരു രീതിയാണ് എനിക്കുള്ളത്. ഞാനൊരു പ്രസംഗകനല്ല, അത് ആദ്യം മനസ്സിലാക്കുക. എനിക്ക് പ്രസംഗരെ വലിയ ഇഷ്ടമാണ്. സ്തോത്രം, ഹല്ലേലൂയ. എന്റെ രീതി എന്ന് വെച്ചാൽ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. കർത്താവിനെ വിളിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു കാര്യത്തിനോട് എന്ത് ശുശ്രൂഷയാണ്. സ്തോത്രം. അത് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകാൻ 2018 എന്റെ വേദ പഠനമൊക്കെ, തിയോളജിക്കൽ പഠനമൊക്കെ കഴിഞ്ഞ് ഓർഡിനേഷനെ കൂട്ടി ഞാൻ അബുദാബിയിലായിരുന്നു. ആ സമയത്ത് കർത്താവ് എന്നോട്, ഞങ്ങളൊരു പ്രാർത്ഥന കൂട്ടായ്മ വീട്ടിൽ ആരംഭിച്ചു. റാഫ ഗോസ്പൽ മിനിസ്ട്രി എന്ന് പറഞ്ഞു ഒരു പ്രാർത്ഥന കൂട്ടായ്മ. ഞാനും വൈഫും ഞങ്ങൾ 4 പേര്, 2 മക്കളും ഞങ്ങൾ ആരംഭിച്ചു. അതിന് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ബുധനാഴ്ച 2018 ഫെബ്രുവരി മാസം 9-ാം തീയതി 6-ാം തീയതി ബുധനാഴ്ച ഞാൻ എന്റെ ഓഫീസിൽ ഇരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ ഡോക്ടറാണെന്ന്. അതിനു മുമ്പ് ഞാനൊരു എയർക്രാഫ്റ്റ് എഞ്ചിനീയർ ആയിരുന്നു. കർത്താവിനെ അതിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ എന്റെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്, ആൻസൺ, നീ ഒരു മിനിസ്ട്രി തുടങ്ങണം. മിനിസ്ട്രിയുടെ പേര് ബേഥാനിയ ഗോസ്പൽ മിനിസ്ട്രി. ഇത് ഹൃദയത്തിൽ മുറിവേറ്റവരെ ശുശ്രൂഷിക്കുന്ന മിനിസ്ട്രി ആയിരിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു, കാരണം ഓഫീസിലിരിക്കുക, കമ്പ്യൂട്ടറിന് മുമ്പിലൂടെ ഞാൻ ജസ്റ്റ് ബഥാനിയ എന്ന് അടിച്ചു നോക്കി. അപ്പോൾ പെട്ടെന്ന് എനിക്ക് അതിന് പല അർത്ഥങ്ങളുണ്ട്. പക്ഷേ സാധാരണമായിട്ട് ഹെബ്രായ ഭാഷയിൽ അവർ സംസാരിക്കുന്ന അവരുടെ ഭാഷയിൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ ദരിദ്രവാസിയുടെ ഭവനം. ബേഥാന്യ എന്ന വാക്കിന്റെ അർത്ഥം ദരിദ്രവാസികളുടെ ഭവനമെന്ന. ഞാൻ പെട്ടെന്ന് കർത്താവേ, ബഥനി എന്ന പദം ധാരാളമുണ്ട് ഇല്ലേ? ബഥനി അത് കേൾക്കാൻ കുറച്ചുകൂടെ ഒരു ഡീസൻസി ഒക്കെയുള്ള പദമാണ് ബഥനി. ഞാൻ ഈ ബഥാനിയ നോക്കിയപ്പോൾ ബഥാനിയ എന്നുള്ള ഒരു സഭയോ ഒരു പ്രവർത്തനമോ ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരുപക്ഷെ ആൾക്കാര് അത് ഇതുകൊണ്ടായിരിക്കാം ആ പേരിട്ട് ബഥനി എന്ന് കേട്ടത്. ബഥനി എന്നുള്ള വാക്ക് പദം അത് തന്നെയാണെങ്കിലും അർത്ഥം വേറെയാണ്, പല അർത്ഥങ്ങളുണ്ട്. സ്തോത്രം. കർത്താവിനോട് പറഞ്ഞു, മർക്കോസിന്റെ സുവിശേഷം ഒന്നെടുക്കരുത് കേട്ടോ, 11-ാം അധ്യായം എടുക്കുക. ഞാൻ അതെടുത്ത് വായിച്ചു നോക്കിയപ്പോൾ അതിൽ മുഴുവൻ ബഥാനിയ. സ്തോത്രം. ആ അധ്യായം മുഴുവൻ ബഥാനിയ. എനിക്ക് ഉറപ്പായി. ഞാൻ നേരെ ചെന്ന് അന്ന് അബുദാബിയിലെ ഒരു IPC ചർച്ചിലാണ് കൂടിക്കൊണ്ട് 4 വർഷമായിട്ട് അവിടെ ആരാധിക്കുന്നത്. ദേവദാസ് എന്റെ മോളെ വിളിച്ചുകൊണ്ട് ദേവദാസിന്റെ അടുത്ത് ചെന്ന് വീട്ടിൽ ചെന്നു. വൈകുന്നേരം ചെന്ന് പറഞ്ഞു, ദേവദാസ്, ഇങ്ങനെ ഒരു ശബ്ദം ഞാൻ കേട്ടു, ബഥാനിയ ഗോസ്പൽ മിനിസ്ട്രി എന്നൊരു മിനിസ്ട്രി ആരംഭിക്കുവാൻ. ദേവദാസൻ പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല, അതൊന്നും നടക്കുകയില്ല. ഇവിടെ ഞങ്ങളുടെ പരിപാടികളില്ല. സഭയിൽ വന്ന് ആരാധിച്ചു പോവുക, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങി ഞങ്ങൾ അത് തീരുമാനിക്കും. ഞങ്ങൾ വന്നത് ചെയ്തില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ നിയമമാണ്. ഞാനത് അംഗീകരിച്ചു, നിയമം അനുസരിച്ചു. ഞാൻ ഈ സംഗതി എന്റെ ഉള്ളിൽ നിന്നങ്ങ് മാറ്റിവെച്ചു. അന്ന് ബുധനാഴ്ചയാണ്. അടുത്ത ദിവസം വ്യാഴാഴ്ച ഞങ്ങളുടെ സഭായോഗം. അവിടെ വെള്ളി ശനി അവധി, ഇപ്പോഴുള്ള ശനി ഞായർ അവധി. അപ്പോൾ നേരെ സഭായോഗം. ഇതൊക്കെ മറന്നുപോയി, ഇതൊക്കെ വിട്ടു. കാരണം ദേവദാസൻ പറഞ്ഞു വേണ്ടാന്ന്, ഞാനത് വിട്ടു. കർത്താവ് പറഞ്ഞത് തുടങ്ങാനാണ്. സ്തോത്രം. 9-ാം തീയതി 7-ാം തീയതി സഭായോഗം വൈകുന്നേരം ചെന്നു. 7 മണിയാണ് ഞങ്ങൾ സഭായോഗത്തിന് ചെന്നപ്പോൾ ഞങ്ങളുടെ ഹോള് നിറച്ച് ആൾക്കാരാണ്. അവിടുത്തെ ഏറ്റവും വലിയ സഭയാണ്. ഏകദേശം 180ഓളം ദൈവങ്ങളോട് ആരാധിക്കുന്നു. ഹല്ലേലൂയ. അവിടെ വിസിറ്റിംഗ് പാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ദേവദാസന്മാർക്ക് വന്നിട്ടുണ്ട്. വിസിറ്റിംഗ് പാസ്റ്റർ അവർക്ക് കിട്ടുന്നത് കൂടി വന്നാൽ 20 മിനിറ്റ് അല്ലെ 10 മിനിറ്റ്, 20 കൂടുതൽ കിട്ടാറില്ല. 10 മിനിറ്റ് കിട്ടിയാൽ വളരെ കാണാം, 3-4 പേര് കാണും. അന്ന് ആരുമില്ലായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ നടന്നുപോയ ഞങ്ങളുടെ വരാന്തയിലൂടെ നടന്നുപോയ പാസ്റ്റർ അകത്ത് കയറി ഇരുന്നു. അപ്പോൾ ആരോ ഞങ്ങളുടെ ദേവദാസന് ചെവിയിൽ ചെന്ന് എന്തോ പറഞ്ഞു. ഒരുപക്ഷെ ശുശ്രൂഷയുടെ ദേവദാസനാണെന്ന് പറഞ്ഞാണ്. ഞങ്ങളുടെ പാസ്റ്റർ എഴുന്നേറ്റ് പറഞ്ഞു, ഇന്നത്തെ മുഴുവൻ സമയം ആ ദേവദാസന് കൊടുക്കുന്നു. പിന്നെ 1.5 മണിക്കൂറുണ്ട്. ദേവദാസൻ മുന്നിൽ വന്ന് പറഞ്ഞു, എന്റെ പേര് സാം ഏഴംകുളം. സാംകുട്ടിയല്ല, സാം ഏഴംകുളം എന്നാണ്. യെരുശലേം ഗോസ്പൽ മിനിസ്ട്രിയുടെ ദേവദാസനാണ്. വിസിറ്റിന് വന്നതാണ് എന്നും പറഞ്ഞു. അദ്ദേഹം എല്ലാവരും പറഞ്ഞു, വേദപുസ്തകം എടുക്കുക. യാതൊരു ഇൻട്രൊഡക്ഷനും ഇല്ല. വേദപുസ്തകം എടുക്കുക, എല്ലാവരും തുറക്കുക. മർക്കോസ് 11. 1.5 മണിക്കൂർ ബേഥാനിയെ കുറിച്ച് ദേവദാസൻ പ്രസംഗിച്ചു. സ്തോത്രം. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഞങ്ങളുടെ ദേവദാസനെ കെട്ടിപ്പിടിച്ചു കൊടുത്ത് ചെവി പറഞ്ഞു, പാസ്റ്ററെ, നാളെ മിനിസ്ട്രി ആരംഭിക്കുകയാണെന്ന്. അങ്ങനെ പോകുന്ന വഴിക്ക്, ഹല്ലേലൂയ, പോകുന്ന വഴിക്ക് ഞാൻ എന്റെ കൂടെ
ബൈബിൾ കോളേജിൽ പഠിച്ച ദേവദാസനുണ്ട്, അവിടെ അസംബ്ലീസ് സ്കൂളിലെ ഒരു ഓർഡിനറി പാസ്റ്റർ. അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം തുടങ്ങാൻ കർത്താവ് പറഞ്ഞു, ഇപ്പോൾ 3 കിട്ടി, നാളെ ഞങ്ങൾ 4 പേര് പ്രാർത്ഥിച്ച് തുടങ്ങുകയാണ്. സ്തോത്രം. കർത്താവ് നടത്തുന്ന പടിയാണ് ഞാൻ പറയുന്നത്. ആ ദേവദാസൻ പറയുക, ഞങ്ങളും കൂടെ വരുന്ന വെയിറ്റ് ചെയ്യണമെന്ന്. അവര് 4 പേരുണ്ട്. അവര് 4 പേര് വന്ന് ഞങ്ങൾ 8 പേര് അടുത്ത ദിവസം രാവിലെ പ്രാർത്ഥിച്ച് അത് ആരംഭിച്ചു 2018. പിന്നീടാണ് മനസ്സിലാകുന്നത് ഈ ദേവദാസൻ 2 വർഷങ്ങളായിട്ട് ഒരു ആരാധനയോ പോകാതെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. കാരണം അതുപോലെ ഹൃദയത്തിൽ മുറിവേറ്റു. താൻ കഷ്ടപ്പെട്ട് ഒരുക്കിയെടുത്ത ഒരു സഭ കയ്യിൽ നിന്ന് ചീന്തിയെടുത്തു. വേറൊരു വസ്തു വന്ന് കയ്യിൽ നിന്ന് ചീന്തിയെടുത്തു. അതിന്റെ വിഷമത്തിൽ ഇദ്ദേഹത്തെ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വന്നു. അതുകൊണ്ട് 2 വർഷമായിട്ട് ഹൃദയത്തിലെ നീറ്റൽ കൊണ്ട് അദ്ദേഹം വിങ്ങി നിൽക്കുമ്പോഴാ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. ഇന്ന് ഒരു കാര്യം പറയട്ടെ, ഹൃദയത്തിൽ നീറ്റലുമായിട്ട് ഒരു വ്യക്തിയെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ദൈവാത്മാവ് ഇവിടെ ഇറങ്ങി പ്രവർത്തിച്ച് ആ മുറിവ് ഇന്ന് ഉണർന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിലേക്ക് വരാം. നമ്മൾ വായിച്ചത് ഉൽപ്പത്തി 1:2 നമ്മൾ വായിക്കാം. ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം എന്തൊക്കെയുണ്ട്? 1 പാഴാണ്, 2 ശൂന്യമാണ്, ഇതിനേക്കാൾ ഒക്കെ ഭയങ്കരമായ കാര്യമുണ്ട്, ആഴത്തിന്റെ മീതെ ഇരുളുണ്ട്. ഇത് 3ഉം നമുക്ക് ഒരു വിധത്തിലും അംഗീകരിക്കുവാൻ പറ്റാത്തതാ. അല്ല, നമ്മൾ ദൈവമക്കളെന്നൊക്കെ പറയും, പക്ഷെ കാര്യത്തോടെടുക്കുമ്പോഴേ നമ്മളുടെ യഥാർത്ഥ മനസ്സിലാകൂ. ജീവിതത്തിൽ ഒരു ശൂന്യത വരുമ്പോൾ, ജീവിതത്തിൽ പാഴായതെന്തെങ്കിലും സംഭവിക്കുമ്പോൾ, എന്റെ ജീവിതം ഇരുണ്ടുപോയോ എന്നൊരു ചിന്ത ഉണ്ടാകുമ്പോൾ അറിയാം യഥാർത്ഥ ദൈവത്തിൽ ആരാന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ എവിടെ ശൂന്യതയുണ്ടോ, എവിടെ പാഴായിരിക്കുന്നുവോ, എവിടെ ഇരുട്ടിന്റെ സ്തോത്രം ഹല്ലേലൂയ അനുഭവമുണ്ടോ, ഒരൊറ്റ മാർഗമേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പൊരുന്നിരിക്കണം. അതിനായി പ്രാർത്ഥിക്കണം. അതിനായിട്ടാണ് ഉപവാസത്തോടെ സഭയായിരിക്കുന്നത്. ഹല്ലേലൂയ. ശൂന്യമെന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ ഈ ആയിരിക്കുന്ന ഈ ഹാളിൽ ഒന്ന് നോക്കാം, ഇവിടെ ശൂന്യത വല്ലതും ഉണ്ടോ? സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന കസേരകളിൽ ആളില്ലാതെ ഇരിക്കുന്ന ഓരോ കസേരയും ശൂന്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ മാറ്റി വെച്ചിരിക്കുന്ന ആ കസേരയ്ക്ക് ഇപ്പോൾ ഉപയോഗമില്ല, അതിപ്പോൾ പാഴാണ്. സ്തോത്രം. എന്നാൽ ഇരുട്ടുണ്ടോ? ഇല്ല. കാരണം ഹല്ലേലൂയ നമ്മുടെ ഇടയിൽ ദൈവാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. തൊട്ടടുത്ത വാക്യത്തിലോട്ട് ദൈവം പറഞ്ഞു, വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലതെന്ന് കണ്ടു. വെളിച്ചം വന്നതുകൊണ്ട് ഇരുൾ മാറിപ്പോയി. എന്നാൽ പരിശുദ്ധാത്മാവ് പൊരുന്നയിരുന്നത് കൊണ്ട് ശൂന്യമായെല്ലാം നിറയ്ക്കപ്പെട്ടു. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവമേ, ഹല്ലേലൂയ, ഇവിടെ ഇരിക്കുന്ന ഓരോ കസേരയുടെ മേലും പൊരുന്നയിരിക്കണമേ. മാറ്റിവെച്ചിരിക്കുന്ന കസേരകളുടെ ഒന്ന് പൊരുന്നയിരിക്കണമേ. ഇനിയും 9 ദിവസം കൂടെ ഉണ്ടല്ലോ ഒരു കവിഞ്ഞൊഴുക്കുണ്ടാകുവാൻ. ഹല്ലേലൂയ. പ്രവചിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവ് പൊരുന്നയിരുന്ന് ഈ സഭാഹോൾ നിറയെ ഹല്ലേലൂയ ഇവിടുത്തെ സ്ഥലം പാസ്റ്ററെ വിശാലതയിലേക്ക്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എവിടെ പൊരുന്നയിരിക്കുന്നു, സ്തോത്രം ഹല്ലേലൂയ, അവിടെ ജീവനുണ്ടാകും. 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 സ്തോത്രം ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എവിടെ പൊരുന്നയിരിക്കുന്നു അവിടെ സസ്യലതാദികൾ മുളച്ചു വരും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എവിടെ പൊരുന്നയിരിക്കുന്നുവോ വെള്ളത്തിൽ മത്സ്യമുള്ളവർ വരെ സൃഷ്ടിക്കപ്പെടും. ഹല്ലേലൂയ. ഭൂമിയുടെ മേൽ സകലവിധ ജന്തുക്കളും ഹല്ലേലൂയ സൃഷ്ടിക്കപ്പെടും. 6ാം ദിവസം സ്തോത്രം ഹല്ലേലൂയ മനുഷ്യനും സൃഷ്ടിക്കപ്പെടും. അങ്ങനെയെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം പരിശുദ്ധാത്മാവ് ഇറങ്ങി പൊരുന്നയിരിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഫലമെന്താണ്? ഇവിടെ മനുഷ്യർ ജനിക്കുവാനായിത്തീരും. അനേക ആത്മാക്കൾ വരുന്ന വർഷങ്ങളിൽ വീണ്ടും ജനനം പ്രാപിച്ചവരായി ഈ സഭയ്ക്കകത്ത് കടന്നു വരുമെന്ന് ദൈവാത്മാവിനെ പ്രവചിച്ചു പറയും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ പഴയ നിയമത്തിലും
പുതിയ നിയമത്തിലും സ്തോത്രം. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോകാം. 6-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം, അതിലെ 3-ാം വാക്യം. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലം വാസിച്ചുകൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകും എന്നരുളി ചെയ്തു. സ്തോത്രം. മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലം വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. നമുക്ക് നിന്നതൊന്ന് ചിന്തിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? ആ നിമിഷം വരെ ദൈവാത്മാവ് മനുഷ്യൻ എന്താണ്? വാദിച്ചുകൊണ്ടിരുന്നു. ദൈവാത്മാവ് വാദിച്ചുകൊണ്ടിരുന്നു, മനുഷ്യനോട് വാദിച്ചുകൊണ്ട്. നമുക്കറിയാം, ആദാം ഹവ്വമാരെ ദൈവം സൃഷ്ടിച്ച് ഏദൻ പൂങ്കാവനത്തിലാക്കി പിശാച് കടന്നു വന്ന് അവരെ വഞ്ചിച്ച് അവര് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരാക്കി. ദൈവ തേജസ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനിൽ ആക്കി വെച്ച തന്റെ ശ്വാസം, ആത്മാവെന്ന് പറഞ്ഞാൽ റൂഹ് എന്ന് പറയും, അതിന് ശ്വാസം എന്നർത്ഥമുണ്ട്. ദൈവത്തിന്റെ ശ്വാസത്തെ റൂഹ് ഖുദിശ, റൂഹ് ഖാദോഷ് എന്ന് പറയും. കാരണം നമ്മൾ ഈ സമുദായ സഭകളിലൊക്കെ ഖാദീശോ എന്ന് കേട്ടിട്ടുണ്ട്, റൂഹ ഖാദീശോ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ ശ്വാസം മനുഷ്യന്റെ മൂക്കിലൂടെ ഊതിയാണ് അവനെ ജീവിപ്പിച്ചത്. സ്തോത്രം. അവൻ ജീവിച്ചപ്പോൾ അവൻ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമായിരുന്നു. അവനിൽ പാപം ഇല്ലായിരുന്നു. ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ പ്രഭ ധരിച്ചവനായിരുന്നു. അവന്റെ ഉടുപ്പെന്ന് പറയുന്നത് ദൈവത്തിന്റെ തേജസ്സായിരുന്നു. അതുകൊണ്ട് അവന് നാണം തോന്നിയില്ല. എന്നാൽ കാലക്രമേണ എന്ന് സംഭവിച്ചു, അവൻ പിശാചിന്റെ പിടിയിൽ വീണുപോയി. പിശാചിന്റെ വഞ്ചനയിൽ വീണിട്ട് ദൈവത്തെ ധിക്കരിച്ചതുകൊണ്ട് ദൈവ തേജസ് നഷ്ടപ്പെട്ടു. അവന്റെ ഉള്ളിൽ ദൈവം കൊടുത്ത ആ ദൈവത്തിന്റെ ആത്മാവ് മൃതാവസ്ഥയിലായി, ദൈവവുമായി ബന്ധമില്ലാതെയായി. ഹീബ്രു ഭാഷയിൽ പറയുന്ന മോത്തെന്ന് പറഞ്ഞ അർത്ഥമുണ്ട് ദൈവവുമായി വേർപെട്ടു പോവുക, സൃഷ്ടികർത്താവുമായിട്ട് വേർപെട്ടു പോവുക. അപ്പോൾ നാം മരണമെന്ന് പറയുമ്പോൾ അതിന് ആത്മീയമായ അർത്ഥമുണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുക. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ നമുക്ക് ദൈവവുമായി ബന്ധമുള്ളപ്പോഴാണ് നാം ജീവനോടെ ആയിരിക്കുന്നത്. ദിവസം 3 നേരം ഭക്ഷണം കഴിച്ചാൽ കയ്യും കാലും ആണെങ്കിൽ നടക്കാം. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ ഒരു ചുവട് മുമ്പോട്ട് വെക്കണമെന്ന് ആര് തീരുമാനിക്കണം? ദൈവം തീരുമാനിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവവുമായി ബന്ധമില്ലാത്തവര് എങ്ങനെയാണ് നടക്കുന്നത്? അവർ നടക്കുന്ന മൃതശരീരങ്ങളാ. നമ്മൾ ഹല്ലേലൂയ സോംബി എന്ന് പറയും. സോംബി. സ്തോത്രം. നടക്കുന്ന മൃതശരീരങ്ങൾ. അവർക്ക് ദൈവമായിട്ട് ബന്ധമില്ല. എന്നാൽ ദൈവവുമായിട്ട് ഒരുവൻ വീണ്ടും ജനനം പ്രാപിച്ച് ബന്ധമുണ്ടാകുമ്പോഴാണ് ഹല്ലേലൂയ അവൻ വീണ്ടും ജനിക്കുകയും ദൈവാത്മാവ് അവനിൽ വരികയും ചെയ്യുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവാത്മാവ് വരുമ്പോൾ അവന്റെ ഉള്ളിൽ ദൈവം കൊടുത്തതായ ആ ശ്വാസത്തിന് വീണ്ടും ജീവൻ ധരിക്കും. ആത്മീയമായ ദൈവത്തിന്റെ പങ്കായ ഡിവൈൻ പോർഷൻ, ദൈവത്തിന്റെ പങ്കായ മനുഷ്യന്റെ ഉള്ളിലെ ദൈവിക ശ്വാസത്തിന് മനുഷ്യന്റെ ആത്മാവിന് വീണ്ടും ജീവൻ വെച്ച് ദൈവവുമായിട്ട് ബന്ധമുണ്ടാകും. ആ ഒറ്റ കാരണമാണ് നമ്മളിവിടെ ആയിരിക്കും. എന്നാൽ ദൈവത്തെ സ്തുതിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. എന്താണ് ദൈവാത്മാവ് വാദിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്? എന്താണ് വാദിക്കുക? വാദിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം തമ്മിൽ സംസാരിക്കുക. വെറും സംസാരമല്ല. നീ ചെയ്തത് ശരി, നീ ചെയ്തത് തെറ്റ്, നീ ചെയ്തത് ഇന്നലെ നീ ചെയ്തത് ശരിയല്ലോ, ഇന്ന് നാളെ നീ ചെയ്യാൻ പോകുന്നത് എന്താണ്, നിനക്കുള്ള ചിന്തയുമുണ്ടോ, നിനക്ക് ദൈവത്തെ കുറിച്ച് വിചാരമുണ്ട്. വാദിക്കുക, വാദിക്കുക, വാദിക്കുക. ഇങ്ങനെ ഇതിനാണ് ദൈവാത്മാവ് വാദിക്കുക എന്ന് പറഞ്ഞപ്പോൾ 6-ാം അധ്യായം വരെ നോക്കുമ്പോൾ മനുഷ്യൻ പാപം ചെയ്തു. അവൻ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവൻ തെറ്റുപെരുകാൻ തുടങ്ങി. മനുഷ്യൻ തെറ്റുപെരുകാൻ തുടങ്ങി. അങ്ങനെ സ്വന്തം കായേൻ ഹാബേലിനെ കൊല്ലുന്നു. പാപം ഇരട്ടിച്ചു. തുടർന്ന് കയ്യന്റെ സന്തതിയായ ലാമേക്കൊക്കെ വരുമ്പോഴേക്ക് പാപം 77 ഇരട്ടി ഇരട്ടിച്ചു. അത്ര പാപം ഇരട്ടി ചിന്തിക്കുമ്പോഴും ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യനെ പൂർണ്ണമായി ഉപേക്ഷിക്കാതെ വാദിച്ചുകൊണ്ട് നിൽക്കുക. മനുഷ്യ, നീ പാപമാ ചെയ്യുന്നത്, നീ നിന്റെ സഹോദരനെ കൊല ചെയ്തിരിക്കുന്നു, നീ പാപിയാണ്, നീ ദൈവത്തിലേക്ക് മടങ്ങ്, ദൈവത്തിലേക്ക് മടങ്ങ്. ഹല്ലേലൂയ. ദൈവം മനുഷ്യനോട്, പാപിയായ മനുഷ്യനോട് വാദിച്ചുകൊണ്ടിരിക്കുക. ദൈവം ഒരു തീരുമാനമെടുത്തു, ഇതങ്ങ് മതിയാക്കാം. ഹല്ലേലൂയ. 800 വർഷങ്ങൾ, 900 വർഷങ്ങൾ എന്റെ ആത്മാവിനോട് വാദിച്ചിട്ടും ഇവരൊന്നും നന്നാകുന്നില്ല. അതുകൊണ്ടാണ് ദൈവം മനുഷ്യന്റെ ആയുസ് വെട്ടിച്ചുരുക്കിയത്.
ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ഉത്തരം പറയണം. ഇന്ന് മനുഷ്യന്റെ ആയുസ് എത്രയാണ്? ദൈവം നിശ്ചയിച്ചിരിക്കുന്ന മനുഷ്യന്റെ ആയുസ് എത്രയാണ്? ഞാൻ തന്നെ ഉത്തരം പറയാം, 120. ഒരു മാറ്റവുമില്ല. മാറ്റമില്ലാത്തവരാണ് നമ്മുടെ ദൈവം. അവർക്ക് സംശയം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ദൈവം മാറ്റമില്ലാത്തവനാ. ദൈവത്തിന് പൂവ എന്നേ ഉള്ളൂ. ദൈവം മനുഷ്യന്റെ ആയുസ് 120 സംവത്സരമായി വെട്ടിച്ചുരുക്കിയെങ്കിൽ ഇന്നും നമ്മളുടെ ഓരോരുത്തരുടെയും ആയുസ് 120 സംവത്സരമാണ്. അത് മോശ അവനെ പാടിയത് ഏറെയായാൽ 70, 80. അത് ദൈവം പറഞ്ഞതല്ല. നമുക്ക് അത് വിചാരിക്കും അത് ദൈവം പറഞ്ഞതല്ല. അത് ഭക്തൻ പാടിയത് തന്റെ ഉള്ളിൽ. ഹല്ലേലൂയ. ആ പ്രേരണ ഉണ്ടായപ്പോൾ ഭക്തൻ പാടിയ പാട്ടാ. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സ്തോത്രം. ഹല്ലേലൂയ. ഈ അപകട മരണങ്ങൾ, ആകസ്മിക വേർപാടുകൾ. ഈ കഴിഞ്ഞ ദിവസം ഒരു വിവാഹ ഉറപ്പിൽ പങ്കെടുക്കുകയാണ്. ഒരു ദേവദാസി പെട്ടെന്ന് അവിടെ വീണ് ജീവൻ പോയി. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കർത്താവിനോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു? സ്തോത്രം. ഞങ്ങളുടെ തൊട്ടടുത്ത 41 വയസ്സുള്ള ഒരു സഹോദരി രാവിലെ കണ്ടതാ, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നത്. ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഒരു ഹല്ലേലൂയ മെസ്സേജ് വന്നിരിക്കുന്നു, ആ കുഞ്ഞു പോയെന്ന്, മരിച്ചു പോയെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഹല്ലേലൂയ ആലോചിക്കണം. ഇത്രയും വർഷം, ഇത്രയും ആയുസ് എനിക്ക് മതിയോ കർത്താവ്, എനിക്കിനിയും ജീവിക്കണം. അതുകൊണ്ട് ദീർഘായുസ് വേണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ തന്നെ വേറൊരു കാര്യം പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ നാളുകളെ എണ്ണുവാൻ പഠിപ്പിക്കണമേ. അതിന്റെ അർത്ഥം എന്താണ്? അതുകൊണ്ട് ഇത് തന്നെ എന്നെ തന്നെ ദൈവാത്മാവിന്റെ കരങ്ങളിലേക്ക് ഞാൻ കൊടുത്തു കഴിയുമ്പോൾ ദൈവാത്മാവ്, സ്തോത്രം, എന്റെ ആയുസിനെ എണ്ണുവാൻ എന്നെ പഠിപ്പിക്കും. എന്റെ ആയുസ് ഞാൻ എന്തിനാ എണ്ണുന്നത്? സ്തോത്രം. കർത്താവെ, ഞാൻ ഇന്ന് രാത്രി കഴിഞ്ഞു പോയാൽ, വേർപെട്ടു പോയാൽ എന്റെ നിത്യത എവിടെ? കർത്താവെ, അവിടുന്ന് വരുമ്പോൾ എവിടെയും ചേർക്കുമോ? ഹല്ലേലൂയ. സ്തോത്രം. ഞാനിവിടെ ഉണ്ടെന്ന് പറയുകയായിരുന്നു. സ്തോത്രം. നമുക്ക് ഏറ്റവും ഒരു ഭാഗ്യമാണ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി ജീവിക്കുക എന്നുള്ളത്. വേറെ ഒരു ജീവജാതനമില്ലാത്ത ഒരു കാര്യം നമുക്ക് ബുദ്ധിയുണ്ട്, നമുക്ക് വിവേകമുണ്ട്. നാളെ ഞാൻ എവിടെ ഇരിക്കണമെന്ന് ചിന്തിച്ച് ഉറപ്പിച്ച് ആ പദ്ധതിയിട്ട് തീരുമാനിക്കാനുള്ള ഒരു വിവേകബുദ്ധി എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന് മാത്രമുള്ള വിവേകബുദ്ധിയാണ് എന്റെ മരണത്തിനപ്പുറത്ത് ഞാൻ എവിടെയായിരിക്കണമെന്ന് ഇപ്പോഴേ തീരുമാനിക്കാനുള്ള വിവേചന ബുദ്ധി. ഇത് മനുഷ്യരുടെ ഒന്നുമില്ല. ഈ പ്രപഞ്ചത്തിൽ അനേക ദശലക്ഷക്കണക്കിന് ജീവികളുണ്ട്. അതിനോട് ജീവിക്കുമ്പോഴും നാളെ അതെവിടെയായിരിക്കണം ചിന്തിക്കാൻ പറ്റില്ല. അല്ലാതെ എന്റെ ജീവൻ പോയി കഴിഞ്ഞാൽ, പൊളിഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയായിരിക്കണമെന്ന് ചിന്തിക്കുവാൻ ജീവനെ കുറിച്ച് പോലും ബോധമില്ല. ഈ ലോകത്തിലെ ഒരു ജന്തു ജീവിതാർത്ഥം തനിക്ക് ജീവനുണ്ടെന്നുള്ള ബോധമില്ല. ഓർത്തോ, അത് മനുഷ്യന് മാത്രമാണുള്ളത്. ഈ വിശേഷബുദ്ധി നിന്നാണ് കർത്താവ് നമ്മെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് എന്തുകൊണ്ട് എന്റെ ആയുസിന്റെ നാളുകളെ എണ്ണണം? അനുദിനം മാനസാന്തരത്തിൽ ജീവിക്കുവാനായി. മാനസാന്തരം എന്ന പദം പറഞ്ഞപ്പോൾ ദൈവാത്മാവ് എന്നെ ഹല്ലേലൂയ സ്തോത്രം പ്രചോദിപ്പിക്കുന്നു. എന്റെ സാക്ഷ്യത്തിന് ചില ഭാഗങ്ങളൊന്ന് പങ്കുവയ്ക്കുവാനുണ്ട്. മാനസാന്തരം ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും വെറുത്തിരുന്ന ഒരു പദമാണ് മാനസാന്തരം. ഞാൻ പറഞ്ഞല്ലോ, മാരാമനാണ് ജനിച്ചത്. എന്റെ മാതാപിതാക്കൾ മാർത്തോമ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. പക്ഷെ എന്റെ അപ്പനും അമ്മയും മലങ്കര സുറിയാനി കത്തോലിക്ക, മലങ്കര റീത്ത് അതിലായിരുന്നു അന്ന്. അതുകൊണ്ട് ഞാൻ ജനിച്ചത് ഒരു കത്തോലിക്കനായിട്ട്. വളരെ ചെറുപ്രായത്തിൽ തന്നെ നല്ലതുപോലെ പാടുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് ഒരു 10 വയസ്സായപ്പോൾ ഞാൻ വികാരിയത്തിൽ എന്നെ പിടിച്ച് മദ്ബഹായിക്കകത്തേക്ക് കയറ്റി, വിശുദ്ധ സ്ഥലത്തേക്ക്, മദ്ബഹായിക്കകത്തേക്ക്. അപ്പൊ എന്റെ വലിയ ആഗ്രഹമാണ് മദ്ബഹായിൽ കുപ്പായമിട്ട് ഇടക്കെട്ടൊക്കെ കെട്ടി ധൂമം വീശുന്നത് വലിയ ആഗ്രഹമാണ്. 2 വർഷം എനിക്ക് പരിശീലനം തന്നു. 12ാമത്തെ വയസ്സിൽ എന്നേക്കാൾ മുതിർന്നവർ ഉണ്ടായിരിക്കുക. 18-22 വയസ്സുള്ള ശുശ്രൂഷകർ അവിടെ ഉണ്ട്. എന്നെ പ്രധാന ശുശ്രൂഷകനായിട്ട് ആ വികാരം 12ാമത്തെ വയസ്സിൽ എനിക്കത് 15 രൂപ ശമ്പളം തന്ന മാസം. അപ്പോൾ 12ാം വയസ്സിൽ 15 രൂപ ശമ്പളത്തിന് ജോലിയിൽ പ്രവേശിച്ച ഒരുവനാണ് ഞാൻ. സ്തോത്രം. അവിടെ എന്റെ ആത്മീയ ജീവിതം ആരംഭിക്കുകയായിരുന്നു. സ്തോത്രം. അങ്ങനെ മുന്നോട്ട് പോയതുകൊണ്ട് കത്തോലിക്ക സഭയുടെ സകല കാര്യങ്ങളും A to Z
എന്തെല്ലാം പ്രാർത്ഥനകളുണ്ടോ, എന്തെല്ലാം ഗീതങ്ങളുണ്ടോ, ആരാധന ക്രമം മുഴുവൻ, കുർബാന മുഴുവൻ സുറിയാനിയില്, മലയാളത്തില് കുഞ്ഞിലേ മുതൽ പഠിച്ചതുകൊണ്ട് അതെല്ലാം ഹൃദയസ്ഥമായി. എന്റെ ലോകമെന്ന് പറയുന്നത് ആ മദ്ബഹായും ഈ ആരാധന ക്രമം. ഞാൻ സ്കൂളിൽ വിട്ട് കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യും, വീട്ടിൽ പോകല്ലേ വിശക്കുന്നു എന്ന് പറഞ്ഞ്. പക്ഷെ അൻസൻ നേരെ പള്ളിയിൽ വരുമായിരുന്നു. മദ്ബഹയ്ക്കകത്തേക്ക് ഉറങ്ങുന്നത് അവിടെ ഒറ്റയ്ക്ക്. അന്ന് പേടിയില്ലായിരുന്നു. 12, 13, 14 വയസ്സിൽ ആ പള്ളിയിൽ നമ്മള് പകൽ പോലും പള്ളിയിൽ ഒറ്റയ്ക്ക് പോകുന്നില്ല. ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഉറങ്ങുമായിരുന്നു. അപ്പോൾ എന്റെ ജീവിതം മുഴുവൻ എന്തായിരുന്നു, എന്റെ ബ്ലഡ് എന്ന് പറഞ്ഞ കത്തോലിക്ക സഭയായിരുന്നു. ഞാൻ മുതിർന്നപ്പോൾ പ്രസംഗിക്കുവാൻ ആരംഭിച്ചു. എന്റെ പ്രസംഗ വിഷയം എവിടെ ചെന്നാലും എനിക്ക് എവിടെ സ്റ്റേജ് കിട്ടിയാലും പ്രസംഗിക്കും. കാരണം കത്തോലിക്ക സഭയിലുള്ള അംഗങ്ങളല്ലാതെ ഒരുത്തൻ പോലും സ്വർഗത്തിൽ പോകുകയില്ല, മർത്തോമക്കാരൻ പോകുകയില്ല. ഞാൻ അവിടെ പ്രസംഗിക്കുന്നത് മാരാമണ പ്രസംഗിക്കുന്നത്. മാരാമണ എന്ന് പറയുന്നത് മർത്തോമ സഭ ഉണ്ടായ സ്ഥലമാണ്. ചുറ്റുപാടല്ല മർത്തോമക്കാരാ. ഞാൻ ഉറക്കെ പ്രസംഗിക്കുമായിരുന്നു, മർത്തോമക്കാരൻ സ്വർഗത്തിൽ പോകുകയില്ല, യാക്കോബക്കാരൻ പോവുകയില്ല, CSIക്കാരൻ പോവുകയില്ല, പ്രൊട്ടസ്റ്റന്റുകാരൻ പോവുകയില്ല, പെന്തക്കോസ്തുകാരൻ ചിന്തിക്കുകയും വേണ്ട. കത്തോലിക്കൻ മാത്രമേ ഇവിടെ പോകും, സ്വർഗത്തിൽ പോകും. ഹല്ലേലൂയ. അങ്ങനെ പ്രസംഗിച്ച് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി വേണമെങ്കിൽ ഒരാളെ കൊല്ലാൻ പോയി ഞാൻ റെഡിയായിരുന്നു. അങ്ങനെ നടന്ന ഒരു വ്യക്തി സ്തോത്രം മുൻപോട്ട് വന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ നിന്ന് പഠിച്ച് എനിക്ക് അച്ഛനാകണം, എനിക്ക് വേറെ ഒരു ചിന്തയുടെ ഉള്ളിൽ എനിക്കൊരു പുരോഹിതനാകണം, കത്തോലിക്ക സഭയിൽ ഒരു പുരോഹിതനാകണം. അങ്ങനെ 10 SSLC കഴിഞ്ഞപ്പോൾ ഞാൻ ഓടി ഈ അച്ഛൻ്റെ അടുത്ത് എന്ന് വികാരിച്ചെടുത്തു. അദ്ദേഹം പറഞ്ഞു, മോനെ നീ 2 വർഷം കൂടെ പഠിക്കുക, അതിനുശേഷം തീരുമാനിക്കാമെന്ന്. ഞാനപ്പോൾ പ്രീ-ഡിഗ്രി പഠിച്ചു, കോഴഞ്ചേരി കോളേജിൽ പഠിച്ചത്. പ്രീ-ഡിഗ്രി പാസ്സായി ഉടനെ അച്ഛൻ്റെ അടുത്ത് ചെന്നു, എനിക്ക് സെമിനാരിൽ പോകണം. അച്ഛൻ പറഞ്ഞു, മോനെ നീ കുറച്ചുകൂടെ പഠിക്കുക, ദൈവത്തിന്റെ പേര് നിനക്ക് എനിക്ക് മുഴുവൻ ചെയ്യാമല്ലോ, നീ കുറച്ച് കഴിഞ്ഞാണെങ്കിലും നിനക്ക് സെമിനാരിൽ പോകുമ്പോൾ പഠിക്കുകയോ ചെയ്യാം, നീ മുന്നോട്ട് പഠിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്റെ അനുജൻ ഒരു പേപ്പർ കട്ടിംഗ് കൊണ്ട് വന്ന് നേവിയിൽ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു. ഞാനത് അപ്ലൈ ചെയ്തു. നമ്മുടെ ഷിബു പാസ്റ്ററുടെ ജ്യേഷ്ഠൻ കമാൻഡർ ഉണ്ടായിരുന്നു, അദ്ദേഹം എന്നെ സ്പോൺസർ ചെയ്തത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നേവിയിലേക്ക് ജോയിൻ ചെയ്തു. 5 വർഷത്തെ പഠിത്തമാണ്. അപ്പോൾ അവിടെയും ആദ്യം ഗുജറാത്തിലായിരുന്നു. അവിടെയും ആദ്യം നോക്കിയത് കത്തോലിക്ക പള്ളി ഉണ്ടെന്നാണ്, അല്ല വേറെ ഒന്നും നോക്കുന്നത്, താമസിക്കാൻ സ്ഥലം ഉണ്ടെന്ന് നോക്കുന്നത്. എവിടെയാണ് കത്തോലിക്ക പള്ളി? നേരെ ചെന്ന് അച്ഛനുമായിട്ട് സംസാരിക്കും. അവിടെയും വായിക്കാത്ത ഞാൻ എവിടെയെല്ലാം ചെന്നു, അങ്ങനെ പഠിച്ചു. നേവിയിൽ പല സ്ഥലങ്ങളിലിരുന്നു, ഗോവയിലിരുന്നു, എവിടെയൊക്കെ ചെന്നോ അവിടെ കത്തോലിക്ക സഭ. അങ്ങനെ ഞാൻ നേവിയിൽ നിന്ന് റിട്ടയറായി കഴിഞ്ഞ എന്റെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടായി. ഞാൻ എന്റെ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് ഒക്കെ പെട്ടിയിൽ പൂട്ടി വെച്ചിട്ട് ബോംബെയിൽ നടക്കുമ്പോൾ ഒരു മാറ്റമുണ്ടായി. ഞാനൊരു ചികിത്സ പഠിച്ചു, മരുന്നില്ലാതെ ഉള്ള ചികിത്സ, കൈവച്ചാൽ മതി എന്റെ അസുഖമാണ്. സ്തോത്രം. അങ്ങനെ ഒരു ചികിത്സ. അവിടെ ഒരു പരസ്യം കണ്ടത്. ഞാൻ നടക്കുന്ന വഴിക്ക് ഒരു പേപ്പർ ഉയർന്നു വന്നത്. ഞാൻ നോക്കിയപ്പോൾ സൺഡേ മിഡ് എന്ന് പറഞ്ഞൊരു മാഗസീൻ, അതിനകത്ത് പരസ്യമുള്ളത്. അപ്പോൾ ഞാനൊരു യുക്തിവാദി കൂടെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ എതിർക്കുന്ന ആളായിരുന്നു. അതിനുവേണ്ടി വിളിച്ചത് ആ വ്യക്തിയെ, ഇത് തെറ്റാന്ന് പറയാൻ നിങ്ങളെ കളിപ്പിക്കുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വന്ന് പഠിച്ചു നോക്ക് എന്നിട്ട് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്ത ദിവസം അവിടെ ചെന്നിട്ട് എനിക്ക് 2 ദിവസം അവിടുന്ന് പോരുകയും വേണം. ചെന്നിട്ട് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഫീസ് കൊടുത്ത് ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് എന്തൊക്കെയാ ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ നേരെ നാട്ടിൽ വരികയാണ്. എന്താണ് ഞാൻ ഒമാൻ എയർഫോഴ്സിൽ ഇവിടുന്ന് നേവിയിൽ റിട്ടയർ ചെയ്ത് പെൻഷൻ വാങ്ങിയിട്ട് ഒമാൻ എയർഫോഴ്സിൽ എഞ്ചിനീയറായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ റിസൈൻ ചെയ്തത്. അപ്പൊ വീട്ടുകാരും നാട്ടുകാരും വിചാരിക്കുന്നത് അനുസരിച്ച് പോവാം, ഗൾഫിൽ പോവാം, സന്തോഷിച്ചിരിക്കാം. പക്ഷെ ഞാൻ പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് നേരെ വീട്ടിൽ വന്നിരിക്കുന്നു. വീടിന് മുമ്പിൽ ഒരു ബോർഡ് വെച്ചു, ക്ലിനിക് എന്നുള്ള ഒരു ബോർഡ് വെച്ചു. അന്ന് മനോരമ പത്രത്തിൽ പരസ്യം കൊടുത്തു. ആൾക്കാർ വരാൻ തുടങ്ങി. പാസ്റ്റർ, എന്റെ വീടിന്റെ അവിടെ ക്യൂ ആയി. വരുന്നവരൊക്കെ സൗഖ്യമാണ് കേട്ടോ, ജസ്റ്റ് കൈവൊക്കെ തോന്നും. കൈവെക്കുന്നവരൊക്കെ സൂക്ഷിക്കണം. പക്ഷെ കൈവെപ്പിനാലാണ് അല്ലെങ്കിൽ നമുക്ക് ദൈവകൃപ ലഭിക്കുന്നത്. ഇത് വേറെ കൈവെപ്പാണ് കേട്ടോ, ഓർക്കണം, തെറ്റിദ്ധരിക്കരുത്. ഇത് ദൈവാത്മാവുള്ള കൈവെപ്പല്ല, ഇത് എന്നെ പഠിപ്പിച്ചതാണ്. സ്തോത്രം. അപ്പോൾ വീട്ടിൽ ഭയങ്കര ആളായി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ക്ലിനിക്കായിട്ട് കുമ്പനാട് ജംഗ്ഷനിലേക്ക് മാറി. കുമ്പനാട് ആ 3 കൂടുന്ന കവലയില് എന്റെ ക്ലിനിക് 1ാം നിലയിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ മെഡിസിൻ പഠിക്കാൻ തുടങ്ങി, ഹോമിയോപ്പതി ഇങ്ങനെയുള്ള മെഡിസിനുകൾ പഠിക്കാൻ തുടങ്ങി. പല മെഡിസിനുകൾ പഠിച്ചു, അതിന് ലൈസൻസ് എടുത്തു. അങ്ങനെ ഒരു ഡോക്ടറായിട്ട് വേറെ ഒരു ഡോക്ടറെയും കൂടെ കൂട്ടി. ഒരു ഗവൺമെന്റ് സർവീസിൽ ഉണ്ടായിരുന്ന ഒരു ഹോമിയോപ്പതി ഡോക്ടറെയും കൂടെ കൂട്ടി. ഞങ്ങൾ 2 പേരും കൂടെ ഏകദേശം 2008 നവംബർ വരെ ഞങ്ങൾ എന്ത് ചെയ്തു, 2007 നവംബർ വരെ ഞങ്ങൾ ഈ ചികിത്സ ചെയ്തു. അനേക സ്ഥലങ്ങളിൽ സ്തോത്രം വിസിറ്റിംഗ് ഡോക്ടറായിട്ട് പോയി. 2007 ഒരു മാറ്റം ഉണ്ടാകുന്നത്. ഞാൻ ഒരു ദിവസം ഞാനപ്പോൾ സഭയുടെ അന്നത്തെ പള്ളിയുടെ
പ്രയർ സെല്ലുകളുണ്ട്, നമുക്കുള്ളതുപോലെ പ്രയർ സെല്ലുകളുണ്ട്. അതിന്റെ എല്ലാം മൊത്തത്തിലുള്ള പ്രസിഡന്റാണ്. അപ്പൊ ഒരു ദിവസം ഒരു കൂട്ടായ മീറ്റിംഗിൽ ഞാൻ അധ്യക്ഷനായിരിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ കാര്യമുണ്ട്. പ്രധാന യോഗത്തിൽ പ്രസംഗിക്കുന്നത് പുരോഹിതനാണ്. വേറെ ആർക്കും പ്രസംഗിക്കാൻ അവിടെ അവകാശമില്ല. അന്ന് പുരോഹിതൻ വന്നില്ല, എനിക്ക് പ്രസംഗിക്കേണ്ടി വന്നു. സാധാരണ എന്താ ചെയ്യുന്നത്? വേദപുസ്തകം തുറക്കും, കൈവയ്ക്കും, വാക്യം വായിക്കും, പിന്നെ വായിൽ വരുന്നതെല്ലാം പ്രസംഗിക്കും. കാരണം വേദപുസ്തകം പ്രസംഗിക്കണം അവിടെ നിയമമില്ല. പ്രസംഗിക്കേണ്ടത് വിശുദ്ധന്മാരെ കുറിച്ചോ ആ പ്രസംഗത്തിൽ ഇത് ഉൾപ്പെടുത്തും. മറ്റവന്മാർ സ്വർഗത്തിൽ പോകുകയല്ല, കത്തോലിക്ക നമ്മൾ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. പക്ഷെ അന്ന് വേദപുസ്തകം എനിക്ക് കിട്ടിയത് പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം കൈവച്ചത് മുകളിൽ ആകാശത്തിലാകട്ടെ താഴെ ഭൂമിയിലാകട്ടെ ഒന്നിന്റെയും പ്രതിമ നീ ഉണ്ടാക്കരുത്, അവയെ നമസ്കരിക്കരുത്. എന്റെ ഉള്ളിൽ പെട്ടെന്ന് പറയുന്നത് പിശാച് എന്ന വചനമാണ്. ഞാൻ ആദ്യമായിട്ട് വായിക്കുകയാണ്, മടക്കി വെച്ചു. കാരണം കത്തോലിക്ക സഭയിലെ 10 കൽപ്പനകളിൽ ഇത് ഇല്ല, വെട്ടിമാറ്റിയിരിക്കുക. കത്തോലിക്ക സഭയിൽ ഒരുത്തരം പോലും ഈ വാക്യം അറിയില്ല. എനിക്ക് ആദ്യമായിട്ട് കിട്ടുക, ഞാൻ അത്രയും ദിവസം പഠിച്ചിട്ടു. സൺഡേ സ്കൂളൊക്കെ ഒത്തിരി പഠിച്ചത്. കുറെ കഴിയുമ്പോൾ തമാശയെന്ന് പറഞ്ഞു, ആൾക്കാരെ ഒന്ന് രസിപ്പിച്ചു. വീണ്ടും തുറന്ന് കൈവച്ച് നോക്കി, ആവർത്തന പുസ്തകം 5 അതേ വാക്യം. എന്റെ ഉള്ളിൽ ഒരു പ്രചോദനം, ഇത് ഉറക്കെ വായിച്ച് പ്രസംഗിക്കണമെന്ന്. ഞാൻ രാവിലെ ഈ പ്രതിമയ്ക്കും ഒക്കെ ധൂപം കാട്ടിയിട്ടിരിക്കുന്ന ആളാണ്. രാവിലെയും ഇന്ന് ഞായറാഴ്ചയായിരുന്നു. 2007 ഫെബ്രുവരി മാസം 18-ാം തീയതി എനിക്ക് 40 വയസ്സ് തികയുന്ന ദിവസം. ഈ അക്കങ്ങൾക്ക് വയസ്സിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ. ഞാൻ ഉറക്കെ പറഞ്ഞു, ഇത് വായിച്ചു, ഉറക്കെ വായിച്ചിട്ട് പറഞ്ഞു, ഈ ഇരിക്കുന്നതെല്ലാം ദൈവവചന പ്രകാരം തെറ്റാണ്. അതുവരെ എന്നെ കൈവെള്ളയിൽ കൊണ്ടുവന്ന അപ്പച്ചന്മാർ അമ്മച്ചന്മാർ എഴുന്നേറ്റു പറഞ്ഞു, നിന്നിൽ പിശാചാണ്, സാത്താനെ ഇരിടാൻ പറഞ്ഞവിടെ. ഓരോപ്പറ്റൻ ചാടി എഴുന്നേറ്റ് ആശീർവാദം പറഞ്ഞു. അവരെല്ലാം ചായ കുടിച്ച് പിരിഞ്ഞു. അൻസർ മാത്രം പള്ളിയിൽ നിന്നു. എനിക്കൊരു ചോദ്യം, കർത്താവേ, ഞാൻ ചെറുപ്പം മുതൽ പഠിച്ചിരിക്കുന്നത് നിന്റെ വചനമാണെന്ന്. പരിശുദ്ധാത്മാവ് രചിച്ച വചന പുസ്തകമാണ് കയ്യിലിരിക്കുന്ന, ചുമന്ന പുസ്തകമാണ്. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇതാണ് പഠിച്ചിരിക്കുന്നത്. ഞാൻ വായിച്ചത്, ഇവരെ കേൾപ്പിച്ചത് ഇതിൽ നിന്നൊരു വചനമാണ്. എന്തുകൊണ്ട് മനുഷ്യർ എനിക്കെതിരെ തിരിഞ്ഞു? കുറച്ചു കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു, ഞാനൊരു വലിയ പടുകുഴിയിലാണ് കിടക്കുന്നത്, എനിക്ക് കരകയറുവാൻ പറ്റില്ല, നീ എന്നെ പിടിച്ച് കയറണമേ. ഒരു വാചക പ്രാർത്ഥനയാണ്. സ്തോത്രം. അന്ന് പ്രാർത്ഥിക്കാൻ അറിയില്ല, കത്തോലിക്കൽ പ്രാർത്ഥിക്കാൻ അറിയാമെന്ന്. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി. അതിന്റെ പരിണതഫലമാണ് 2007 നവംബർ അവസാനം എന്റെ ഇമെയിലിൽ ഒരു മെയിൽ വരികയാണ്. ഞാൻ ഒരിടത്തും ആപ്ലിക്കേഷൻ അയച്ചിട്ടില്ല, കാരണം ഞാൻ നോക്കാം, എനിക്ക് ആപ്ലിക്കേഷൻ, എനിക്ക് ജോലി ആവശ്യമില്ല, എനിക്ക് ധാരാളം പേഷ്യൻസ് ഉണ്ട്, മാസം നല്ല വരുമാനമുണ്ട്. അന്നത്തെ കാലത്ത് 1 ലക്ഷത്തിനടുത്ത് വരുമാനം കിട്ടുമായിരുന്നു കുമ്പനാട് ജംഗ്ഷനിൽ ഇരുന്നിട്ട്. അപ്പോൾ എനിക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. എനിക്കൊരു ഇമെയിൽ വന്നിരിക്കുന്നു, you have been selected to work with our company as an engineering trainer. അവരുടെ എഞ്ചിനീയേഴ്സിനെ പഠിപ്പിക്കുവാനായിട്ട് ഒരു അധ്യാപകനായിട്ട് അവരെന്നെ നിയമിച്ചിരിക്കുകയാണ്. ഇമെയിൽ വന്നിരിക്കുന്നത് അബുദാബിയിൽ നിന്ന്. അപ്പോൾ അന്ന് ഈ ഇമെയിലിലൂടെ കളിപ്പിക്കാനുള്ള സമയം ഇന്നുമുണ്ട്, അന്നുമുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് കളിപ്പിക്കാന്ന് വിചാരിച്ചു. ഇതിലൊരു ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. ഞാൻ ആ ഫോൺ നമ്പർ വിളിച്ചപ്പോൾ അത് അറബിയാണ്. ഫോൺ എടുത്തത് അറബി പറഞ്ഞു, മെയിൽ, ഞാനാണ് ആ മെയിൽ അയച്ചത്. യു ഹാവ് ബീൻ സെലക്ടഡ്. എന്റെ വിവരങ്ങൾ എനിക്ക് കിട്ടി. നോ വി ഗോട്ട് ഇറ്റ്. ഞങ്ങൾക്കത് കിട്ടി. എന്റെ പാസ്പോർട്ട് പോലും പഴയ പാസ്പോർട്ടാണ്. ഞാനപ്പോൾ സമയം ചോദിച്ച് പാസ്പോർട്ട് പുതുക്കണം. എനിക്കപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഫെബ്രുവരിയിൽ നടത്തിയ പ്രാർത്ഥനയുടെ മറുപടിയാണെന്ന് മനസ്സിലായി. ഫെബ്രുവരിയിൽ നടത്തിയ ഒരു വാചക പ്രാർത്ഥനയുടെ. ഇതുകൊണ്ടാണ് പറയുന്നത്, ഹൃദയമൊരുങ്ങി വിശ്വാസത്തോടെ നീ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഈ 21 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നു കഴിഞ്ഞു. അതാണ് ദാനിയേൽ പറഞ്ഞത്, നീ നിന്നെ തന്നെ ക്രമീകരിച്ച് എപ്പോൾ എന്റെ സന്നദ്ധിയിലിരുന്നുവോ അപ്പോൾ തന്നെ മറുപടി ഞാൻ അയച്ചു കഴിഞ്ഞു. അത് ദൂതൻ മുഖാന്തരം വരുവാനുള്ള താമസം മാത്രമേ ഉള്ളൂ. എന്നെയാണ് തടഞ്ഞിരിക്കുന്നത്, ദൂതനെയാണ് തടഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ താമസമുണ്ടാകുന്നത് ദൂതന് തടസ്സമുണ്ടാകുന്നതുകൊണ്ടാണ്. സ്തോത്രം. നമ്മിൽ കുറവുണ്ട് തീർച്ച. പക്ഷെ നമ്മൾ ദൈവസ്ഥാനത്തിൽ നിന്ന് കടന്നു കഴിയുമ്പോൾ, മുഴക്കാലിൽ നിന്ന് കടന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മളെ കുറവുകളെ പരിഹരിക്കുന്ന ഒരു ദൈവത്തെ സേവിക്കുന്നത്. ഹല്ലേലൂയ.
ചെയ്തതെന്ന് അറിയാതെ നമ്മൾ ചെയ്തു പോയ നമുക്ക് പറ്റിപ്പോയ അബദ്ധങ്ങൾക്ക് നമ്മെ തലങ്ങും വിലങ്ങും ചാട്ടമാറോട് അടിക്കുന്ന ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്. ദൈവസന്നിധിയിൽ തന്നെത്താനടിച്ച് കണ്ണുനീരൊഴുക്കി എതിരല്ലാതെ എനിക്ക് സംഭവിച്ചു പോയി, ഞാൻ ചെയ്യുവാൻ ആഗ്രഹിച്ചതല്ല, പറ്റിപ്പോ എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ ക്ഷമിക്കുന്ന കർത്താവാണ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പോൾ എനിക്ക് മനസ്സിലായ ആ പ്രാർത്ഥനയുടെ മറുപടിയാണ്. സ്തോത്രം. ആ പ്രാർത്ഥനയുടെ മറുപടി. ഞാൻ എന്റെ ഡോക്ടറെ പേഷ്യൻസിനെല്ലാം ഏൽപ്പിച്ചു, ക്ലിനിക് അടച്ചു. ആരും അറിയാതെ 15 ദിവസം ഞങ്ങളോട് സമയം ചോദിച്ചു. 15-ാം ദിവസം കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി. ആരും അറിഞ്ഞിട്ടില്ല ഞാൻ പോയത്. വീട്ടുകാരാദ്യം ആരും അറിഞ്ഞിട്ടില്ല. എന്റെ നമ്പർ ഞാൻ മാറ്റി, എന്റെ മൊബൈൽ നമ്പർ മാറ്റി. കാരണം ക്ലയൻസ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ഈ ക്ലിനിക്ക് നടത്തുമ്പോൾ ഞാൻ തപസ്സിരിക്കുമായിരുന്നു. ചെറുപ്പം മുതലേ തപസ്സിരിക്കുമായിരുന്നു. യോഗ നല്ലപോലെ ചെയ്യുമായിരുന്നു. അങ്ങനെ തപസ്സിരുന്ന് എനിക്ക് കുറെ സിദ്ധികളൊക്കെ കിട്ടി കേട്ടോ. പ്രവചനം എന്ന് പറയുന്നത് നമ്മുടെ പെന്തക്കോസ്തിലെ നമ്മുടെ ദൈവദാസനെ പ്രവചിക്കുന്ന പോലെ അല്ല, ചിലതെന്നൊന്നും അല്ല. കൃത്യമായിട്ട് പറയും, ജൂലൈ മാസം 25-ാം തീയതി 11:25 നിന്റെ ഭാര്യ പ്രസവിച്ചിരിക്കും, മകൾ, അവളുടെ പേര് കൃഷ്ണപ്രിയ, ഇന്ന് ജീവനോടുണ്ട് കൃഷ്ണപ്രിയ. അത്ര കൃത്യമായിട്ട് പ്രവചിക്കുമായിരുന്നു. സ്തോത്രം. അപ്പോൾ പ്രവാചകൻ കൂടാതെ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. സ്തോത്രം. ഒരാൾ എന്റെ അടുത്ത് വന്നാൽ എന്റെ അടുത്ത് വരേണ്ട, അവരെ വിളിച്ചാൽ മതി. അപ്പോഴേക്ക് അയാളുടെ മുഴുവൻ കാര്യങ്ങളും, അയാളുടെ തലമുറകളൊപ്പമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് സ്തോത്രം. ശരീരം വിട്ട് യാത്ര ചെയ്യും. ഇത് നിങ്ങൾ അറിവിന് വേണ്ടി മാത്രം പറയുക കേട്ടോ, അറിവിന് വേണ്ടി മാത്രം പറയുക. ശരീരം വിട്ട് യാത്ര ചെയ്യും, കാണാതെ പോയവരെ മടക്കിക്കൊണ്ടുവരും. അല്ലെങ്കിൽ ആരുടെയെങ്കിലും സാധനം മോഷണം പോയാൽ ആ മോഷ്ടിച്ച വസ്തു തിരികെ വരും. ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. രോഗശാന്തി പറയുകയും വേണ്ട, കൈയെന്ന് വെച്ചാൽ മതി രോഗശാന്തി. ഇങ്ങനെ പോകുമ്പോൾ ലോകം മുഴുവൻ എനിക്ക് അല്ലെങ്കിൽ ആരാധകരുണ്ടായി. അമൃതാനന്ദമയിയുടെ ആൾക്കാര്, സന്യാസിനികള് രാത്രി 10:30 എൻ്റെ വീട്ടിൽ വരുമായിരുന്നു എനിക്ക് കാഴ്ചവെക്കുവാനായിട്ട്. ആ അവസ്ഥയിലേക്ക് നിൽക്കുന്ന ഒരാളെയാണ് ദൈവാത്മാവ് സ്പർശിച്ചത്. ആ ആളിനോടാണ് ദൈവാത്മാവ് പറഞ്ഞത്, ഈ കാണുന്നതൊന്നും വചനത്തിലുള്ളതല്ല എന്ന്. ആ മനുഷ്യനോട് ദൈവാത്മാവ് പറഞ്ഞത്, പ്രതിമ ഉണ്ടാക്കരുതെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് അത്ഭുതമുണ്ട്. ഇത്രയും വലിയ പ്രവാചകരും ഇത്രയും വലിയ അത്ഭുത പ്രവർത്തനമായി അങ്ങനെ പോയാൽ പോരായിരുന്നു. കാരണം കൂടെ യേശുവിന്റെ പേരുമുണ്ട്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ചെയ്ത അത്ഭുതങ്ങളെല്ലാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് ചെയ്തത്. അതുകൊണ്ട് തിരുമേനിമാരുടെ ക്ലിനിക്കിൽ വരുമായിരുന്നു, അച്ഛന്മാർ വരുമായിരുന്നു, മുസ്ലിയാർമാർ വരുമായിരുന്നു, വലിയ സന്യാസികൾ വരുമായിരുന്നു എന്നെ കാണാനായിട്ട്. കാരണം ചെയ്യുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനെ പറയുന്നത്. നിങ്ങൾക്ക് അതിനൊരു ദൂതുണ്ട്. ഹല്ലേലൂയ. ദൈവനാമം പറഞ്ഞുകൊണ്ട് പലരും അനേകരും അടുത്ത് വരും. ദേവദാസനെ പോലെയുള്ളവർ അവരെ വിവേചിക്കും. ഞാനൊന്ന് വിചാരിക്കാം, ഞാൻ അന്ന് ഏതെങ്കിലും പെന്തക്കോസ്ത് വെച്ചിട്ട് എന്നെ അടിച്ചിറക്കിയത്. കാരണം ദേവദാസന്മാർ എന്ത് ചെയ്യും? അകത്തിരിക്കുന്ന ആത്മാവിനെ വിവേചിക്കും. ശരിയാ, പ്രവചനമുണ്ട്, പറയുന്നത് കൃത്യമാണ്. ഇന്നലെ നടന്ന ഇന്നലെ കഴിച്ച ഭക്ഷണം എന്ന് കഴിച്ചത് വിളിച്ചു പറയും. ഇതുപോലെയുള്ള അനേകം എന്ത് പെന്തക്കോസ്തിൽ ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ നേരെ അബുദാബിയിൽ പോയി അവിടെ ചാർജ് എടുത്തു. 2 വർഷം കഴിഞ്ഞു, 24 മാസമായി ഞാൻ ഒരു ദിവസം എന്റെ മുറിക്കുള്ളിൽ വീക്കെൻഡ് ആഘോഷിക്കുവാനായിട്ട് നേരെ ആദ്യം പള്ളിയിൽ പോയി കുമ്പസാരിച്ച് കുർബാന കൊണ്ടു. വരുന്ന വഴിക്ക് സ്പിന്നീസ് എന്ന് പറയും, അവിടെ ഈ മദ്യം കിട്ടുന്ന സ്ഥലമാണ്, പോർക്കും മദ്യം കിട്ടുന്നത്. അവിടെ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിസ്കി വാങ്ങിച്ചു, ഏറ്റവും ഇഷ്ടമുള്ള സിഗരറ്റ് വാങ്ങിച്ചു, എന്റെ മുറിക്കകത്ത് വന്നു. ഇതെല്ലാം അടുക്കി വെച്ചിട്ട് ഞാൻ ആഘോഷിക്കുവാനിരിക്കുക. ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു ശബ്ദം പുറകിൽ കേട്ടു, ആൻസൺ നീ പാപി, മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളണം. ഞാൻ ഏറ്റവും മുറുകുന്ന വാക്ക്. ഞാൻ പറഞ്ഞല്ലോ, മാനസാന്തരം എന്ന വാക്കിൽ നിന്ന് വരുന്നത്. നമ്മൾ വായിച്ചത് വിട്ടുപോകുന്നത് 6:3 നമ്മൾ വായിച്ചത്. 36:3 നിൽക്കുകയാണ്. അവിടെ മാനസാന്തരം എന്ന വാക്ക് വന്നത്. ഹല്ലേലൂയ. ഞാനത് ശ്രദ്ധിച്ചില്ല, കാരണം ഇങ്ങനെ എത്ര കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഞാൻ വലിയ മുറിയാണ്, ഞാൻ ഒറ്റയ്ക്കാണ്, എന്നോട് സംസാരിക്കുവാൻ ആരുമില്ല, എന്റെ തോന്നലായിരിക്കാൻ സാധ്യത. ഞാനത് വിട്ടുകളഞ്ഞിട്ട് എന്റെ കാര്യത്തിലേക്ക് തിരിഞ്ഞു. സ്വപ്നം കഴിഞ്ഞപ്പോൾ അതേ ശബ്ദം ദൂരെ നിൽക്കുന്നു കേട്ടോ. അതേ ശബ്ദം കുറച്ച് അധികാരത്തോടെ, അൻസൻ നിന്റെ പാപങ്ങൾ നിന്നെ എന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു, മാനസാന്തരത്തോടെ തിരിഞ്ഞു പോവുക. ഞാൻ പറഞ്ഞു, പള്ളിയിൽ പോയി
പെട്ടെന്ന് വാങ്ങിച്ചു പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോയി കുമ്പസാരിച്ച് കുർബാന കൊണ്ടുവരിക, എന്നിൽ പാപം ഒന്നുമില്ല, ഉണ്ടെങ്കിൽ ഇപ്പൊ കാണിച്ചു തരണം. അടുത്തത് വിശ്വസിക്കുകയില്ല. ഇത്രയും വിശ്വസിച്ചല്ലേ, അടുത്ത വിശ്വസിക്കുകയില്ല. എന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. പെട്ടെന്ന് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. രണ്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഞാൻ എങ്ങോട്ട് നോക്കിയാലും 10-12 വയസ്സ് മുതൽ എന്തെല്ലാം കാട്ടിക്കൂട്ടിയോ, എന്തെല്ലാം വികൃതി കാണിച്ചോ, എന്തെല്ലാം തെറ്റ് കാണിച്ചോ, ഒരു സിനിമ കാണുന്നവരെ കേൾക്കുകയും ചെയ്യാം. ഞാൻ കേൾക്കുന്നതും കാണുന്നതും മാത്രം. എങ്ങോട്ട് നോക്കിയാലും, താഴെ നോക്കിയാലും, മേശം നോക്കിയാലും എനിക്ക് മുറി കാണാൻ പറ്റുന്നില്ല, കൊണ്ടുപോയിരിക്കുന്ന ഭക്ഷണം കാണാൻ പറ്റുന്നില്ല, എന്റെ വിസ്കി കാണാൻ പറ്റുന്നില്ല, സിഗരറ്റ് കാണാൻ പറ്റുന്നില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല, TV കാണാൻ പറ്റുന്നില്ല. എങ്ങോട്ട് നോക്കിയാലും ഇത് തന്നെ. 3 ദിവസങ്ങൾ ഞാൻ ആ മുറിയിൽ ഒന്നും കഴിക്കാതെ ഇത് തന്നെ കണ്ടുകൊണ്ട്. അപ്പോൾ എന്റെ ഉള്ളിലെ വിചാരം ഇതെല്ലാം പിശാച് ചെയ്യുന്നതാണ് കേട്ടോ. കർത്താവ് കാരണം എന്നെ പാപി എന്ന് വിളിച്ചല്ലോ, എന്നെ പാപി എന്ന് വിളിച്ചല്ലോ. ഞാൻ പാപിയല്ല, ഞാൻ വിശുദ്ധനാ. കാരണം ചെറുപ്പത്തിൽ മുതലേ മറ്റു അപ്പച്ചമാർ പറയുമായിരുന്നു, പിള്ളേരെ മനസ്സിനെ കണ്ടുപിടിക്കണം, എത്ര വിശുദ്ധിയോടെ ജീവിക്കുന്നത്. അപ്പോൾ കുഞ്ഞിലെ മുതൽ വിശുദ്ധൻ എന്നുള്ള പദം കേട്ട വളർന്നത്. അപ്പോൾ ഹല്ലേലൂയ 3-ാം ദിവസം രാത്രിയിൽ പതിയെ നോക്കുമ്പോൾ ഞാൻ പള്ളിയിൽ പോകുന്നത് കാണുകയാണ്. ഞാൻ കാണുക, തിരിച്ചു വന്ന് കാണുക, ഇതെല്ലാം വാങ്ങുന്നത് കാണുക, മുറിയിൽ വരുന്നതിനുള്ള കാര്യങ്ങൾ വ്യക്തമായി കാണുക. പെട്ടെന്ന് എന്റെ ഉള്ളിൽ ചെന്നു വരികയാണ്, ഇത് പിശാചല്ല, ഇത് പരിശുദ്ധാത്മാവ, ഇത് യേശുവാണ്. ആ ചിന്ത ഉള്ളിൽ വരികയും ഞാൻ നേരെ കടന്നു വീഴും. രാത്രി 11 മണിക്ക് ഹല്ലേലൂയ 12 ഡിസംബർ 12, 2009 ഡിസംബർ 12, 2009 ഹല്ലേലൂയ നെടുമ്പാടം വീണിട്ട് ഞാൻ എന്റെ ഉള്ളിൽ വിചാരിക്കുകയാണ്, യേശു കർത്താവ് അവിടെ ഇറങ്ങി നിൽക്കുന്ന ആണിപ്പടുത്തുള്ള ആ കാലൊക്കെ എനിക്ക് എന്റെ മനസ്സിൽ വന്നു. ഞാൻ ആ കാലോട് പിടിച്ചിട്ട് പറയും, എന്റെ കർത്താവ് എനിക്ക് മനസ്സിലായി ഞാൻ പാപിയാണെന്ന്, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞാൻ കരയാൻ തുടങ്ങി. ഹല്ലേലൂയ. എനിക്കൊരു ശക്തി വന്നു. ഞാൻ എഴുന്നേറ്റു. ഒരു കാര്യം അവർ സംഭവിച്ചു, എന്റെ സകല സിദ്ധികളും എന്നെ വിട്ടുമാറി. എന്റെ പ്രവചനം എന്നെ വിട്ട് ഓടി ഒളിച്ചു. എന്റെ രോഗശാന്തി വരം ഓടി ഒളിച്ചു. ഹല്ലേലൂയ. എന്റെ അത്ഭുതം പ്രവർത്തിക്കുന്നത് എന്നെ വിട്ടുപോയി. നല്ലതുപോലെ സംസ്കൃതം പറയുമായിരുന്നു, സംസ്കൃത ശ്ലോകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗിച്ചിരുന്നത്. അതുകൊണ്ട് 2, 3, 4 മണിക്കൂർ ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. സംസ്കൃതം എങ്ങോട്ട് പോയെന്ന് അറിയില്ല. ഞാൻ അറബി കുറച്ചൊക്കെ പഠിച്ചു. ഹല്ലേലൂയ. കാരണം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യുമായിരുന്നു. അറബി പോയി. എനിക്ക് ആകെ പറയാവുന്നത് എന്റെ മേശപ്പുറത്തിരിക്കുന്ന POC ചുമന്ന ബൈബിൾ അത് ഞാൻ കയ്യിലെടുത്തു. പെട്ടെന്ന് ഉള്ളിൽ ചെന്നവരെ മാറ്റി വെച്ചിട്ട് എന്റെ ഒരു കറുത്ത ബൈബിൾ മൊത്തമാക്കാരാണ്. അപ്പോൾ ഞങ്ങളുടെ എന്തുണ്ട് കറുത്ത ബൈബിളിന്റെ കൺവെൻഷൻ വാങ്ങും. അതൊരെണ്ണം ബാഗിലുണ്ട്, അതെടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഈ ചുമന്ന പുസ്തകം എടുത്ത് അകത്ത് വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇന്നേ വരെ എന്നെ പാപി എന്ന് വിളിക്കാതെ എന്നെ വ്യാജ വിശുദ്ധനാക്കിയ സഭയുമായിട്ടോ അവരുടെ യാതൊന്നുമായിട്ടോ എനിക്കിനി ബന്ധമില്ല. എനിക്കിനി ബന്ധമുള്ളത് എന്നെ പാപി എന്ന് വിളിച്ചാൽ യേശുവിന് വേണ്ടി മാത്രം, യേശുവിനെ പ്രതി ജീവിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. ആ ദിവസം തീരുമാനിച്ചു. എന്നിട്ട് ആ രാത്രിയിൽ തന്നെ എന്റെ അലമാര നിറച്ച രൂപങ്ങളും കുരിശും കൊന്തയും കാര്യങ്ങളുമാണ്. ഒരു പൂജാ മുറിയാണ്, പ്രാർത്ഥനാ പുസ്തകം, നവന പുസ്തകം, ഇതെല്ലാം വാരിക്കൂട്ടി എന്റെ ബെഡ്ഷീറ്റിൽ ഇട്ടു. ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്ന വിസ്കിയും ബ്രാൻഡിയും സകല സാധനവും എന്തെല്ലാം വേണ്ടാതിനുണ്ടായിരുന്നു. ഈ ചുമന്ന POC ബൈബിളും കറുത്ത സത്യവേദ പുസ്തകവും ഒഴികെ ബാക്കിയുള്ളത് സകലതും എന്റെ ബെഡ്ഷീറ്റിൽ കെട്ടിയിട്ട് വലിയ പാണ്ടക്കെട്ടാക്കി ഞാൻ താഴെ ഇവിടെ തഡ്ബി എന്ന് പറയുന്നത് കച്ചവടമുള്ള ഗവൺമെന്റിന്റെ സ്ഥലമാണ്. അതിനകത്തുകൊണ്ട് തിരിച്ചു വന്നു. മുറിയിൽ വന്നപ്പോൾ മുതൽ എന്നോടത് പറയുക, സ്നാനപ്രദം എനിക്ക് സ്ഥാനപ്പെട്ട ഒരു കർത്താവ് എന്നെ ഇപ്പൊ സ്ഥാനപ്പെടുന്നില്ല. ഞാൻ എന്ത് ചെയ്തു? എനിക്കിതൊന്നും അറിയില്ല. ഞാൻ ആ ബാത്റൂമിൽ കയറി ടബ് നടത്തി അതിനകത്ത് കയറി ഇരിക്കുക. ഇരുന്ന് കർത്താവ് ഇപ്പൊ എന്നെ സ്ഥാനപ്പെടുത്തണം. കുറെ നേരം ഇതിന്റെ കർത്താവ് ഒന്നുമില്ല, എന്നെ സ്ഥാനപ്പെടുത്തിയുമില്ല. ഞാൻ അവിടെ എഴുന്നേറ്റ് പോകും. പിന്നെ പഠിച്ചുപെടാൻ മനസ്സിലായത് സ്നാപകന്റെ കൈക്കില്ല സ്ഥാനപ്പെടേണ്ടെന്ന് മനസ്സിലായത്. സോദരം അന്ന് ഹല്ലേലൂയ രാത്രി ഉറങ്ങി, 3 ദിവസം ഉറങ്ങിയിട്ടില്ല. അന്ന് രാത്രി ഉറങ്ങി രാവിലെ ഉണർന്ന സമയത്ത് ഒരു സ്വപ്നം കണ്ടു. എന്റെ ഓഫീസിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നതും ഞാൻ റിസൈൻ ചെയ്യുന്നതും. രാവിലെ ചെന്നിട്ട് ആദ്യം ചെയ്തത് HR ഓഫീസിൽ ചെന്ന് റെസിഗ്നേഷൻ ഫോം വാങ്ങി ഫില്ലപ്പ് ചെയ്ത് കൈവച്ചു. കൃത്യ സമയത്ത് സ്വപ്നം കണ്ടതുപോലെ സംഭവിച്ചു. അത് അതുപോലെ സംഭവിച്ചു. ആ പ്രശ്നത്തിന്റെ അവസാനം ഞാൻ റിസൈൻ ചെയ്തു. എന്നെ നാട്ടിൽ വിടാൻ ഒത്തിരി ശ്രമിച്ചവർ ഡബിൾ പ്രൊമോഷൻ, ഡബിൾ സാലറി തന്നു. പക്ഷേ അത് കണ്ട സ്വപ്നത്തോട് കൂടെ പുലർത്തി. അത് ദൈവം
സ്വന്തം ഞാൻ അന്ന് മുതൽ ഓഫീസിൽ പോകുമ്പോൾ എൻ്റെ കയ്യിലുള്ളത് സത്യവേദ പുസ്തകമാണ്. ഞാനത് ബാഗിൽ കൊണ്ടുള്ള പോകുന്നത്, കൈ പിടിച്ചുകൊണ്ട് തന്നെ പോകും. അവിടെ മുസ്ലിം രാജ്യം, അത് കൈ പിടിച്ചുകൊണ്ട് തന്നെ പോകും. ഓഫീസിൽ പോയിട്ട് വായിക്കും. അങ്ങനെ വേദപുസ്തക പഠനം ആരംഭിച്ചു. അങ്ങനെ വേഗത്തോടെ നാട്ടിൽ കടന്നു വന്നു. നാട്ടിൽ ഞാൻ അയൽവക്കത്തുള്ള എൻ്റെ സതീർത്ഥ്യൻ എൻ്റെ കൂടെ ജോലി ചെയ്തതാണ് പാസ്റ്റർ ജോൺസൺ സീരെ. അവിടെയാണ് ദേവദാസൻ ശുശ്രൂഷിക്കാൻ വന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഫെബ്രുവരി മാസത്തിൽ സ്നാനപ്പെടുവാനായിട്ട് എനിക്കറിയാം, ഞാൻ ബജറ്റിൽ സ്വന്തം മുന്നോട്ട് പോയി. പക്ഷേ ഈ സാക്ഷി നിങ്ങൾ കേൾക്കണം. സ്വന്തം സ്നാനപ്പെടുവാനായിട്ട് ഇത് ശ്രദ്ധിച്ചു കേൾക്കുക. ജാനുവരി 2010 നാട്ടിൽ വന്നു. വലിയ പ്രശ്നമായി അയൽവക്കത്തും പള്ളിയിലും വീട്ടിലും എല്ലാം പ്രശ്നങ്ങൾ. കുടുംബത്തിൽ വലിയ പ്രശ്നം. ഭാര്യ മക്കളെ പകുത്തു. ഇതിനെ നീ എടുത്തോ, ഇതിനെ ഞാൻ എടുക്കുക, ഡിവോഴ്സ്. അല്ലെ ഞാൻ പറഞ്ഞു, നീ രണ്ടിനെ എടുത്തോ, നീ വീട് കൊടുത്ത്, എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് ഈ വേദപുസ്തകം മാത്രം മതി. അങ്ങനെ പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ സ്വന്തം ഫെബ്രുവരി മാസത്തിൽ സ്നാനപ്പെടുവാനുള്ള തീരുമാനമെടുത്തു. ദേവദാസിന്റെ അവിടെ തന്നെ സ്നാനക്കുളമുണ്ട്. പക്ഷേ സ്നാനത്തിന് തലേ ദിവസം ഒരു ശബ്ദം കേട്ടു, സ്നാനപ്പെടുന്നവനെയും കൊല്ലും, സ്നാനപ്പെടുത്തുന്നവനെയും കൊല്ലും. അത് വലിയ പ്രയാസമായി. പാസ്റ്ററുടെ കുടുംബത്തിന് പ്രയാസമായി, എനിക്ക് പ്രയാസമായി. കാരണം ഒരു കൊലപാതകം നടക്കണ്ടല്ലോ. അപ്പോൾ ദേവദാസൻ പറഞ്ഞു, ഒന്നുകൂടെ ബ്രദറെ വിഷമിക്കേണ്ട, ദൈവം തക്ക സമയത്ത് ഒരുക്കും, നമുക്ക് അതുവരെ കാത്തിരിക്കാം. ഇങ്ങനെ ഞാൻ സഭയിൽ ചേർന്ന് പോകാൻ തുടങ്ങി. മറ്റേ പള്ളിയിലൊക്കെ പുറത്തിറങ്ങി എഴുതി കൊടുത്തു. ഞാനിനി നിങ്ങളുടെ രജിസ്റ്ററിൽ നിന്റെ പേര് വെട്ടാനായിട്ട് എഴുതി കൊടുത്തു. അങ്ങനെ പൂർണ്ണമായിട്ട് മാറി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്നാനം എന്നുള്ള കാര്യം മനസ്സിൽ നിന്ന് പോയി. കാരണം ഫുൾ ടൈം ചർച്ച് മിനിസ്ട്രിയാണ്. അവരോട് സുവിശേഷത്തിന് പോകുന്നു, പരസ്യത്തിന് പോകുന്നു, എല്ലാ കാര്യത്തിനും കർത്തൃമേശ എനിക്ക് കർത്തൃമേശ തരുന്നില്ലായിരുന്നു. ബാക്കി എല്ലാ കാര്യത്തിനും ഞാൻ അവരോട് ഉണ്ട്. ഈ സ്നാനമുള്ള കാര്യം മറന്നുപോയി. എന്നാൽ ആ വർഷം സെപ്റ്റംബർ മാസം 14-ാം തീയതി എൻ്റെ ഭാര്യയെ ടീച്ചറായിരുന്നു. ഒരിടത്ത് ജോലിക്ക് വിട്ടിട്ട് ഞാൻ മടങ്ങി വരുമ്പോൾ റോഡ് സൈഡിൽ നിന്ന് ഒരു ഉയരം തെളിഞ്ഞ കസണ്ടിയുള്ള പ്രായമുള്ള ഒരു വ്യക്തി എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് നിൽക്കണമെന്ന് പറഞ്ഞാണ്. ഞാൻ വിചാരിച്ചു സ്കൂട്ടറിൽ ലിഫ്റ്റ് കൊണ്ടുപോകാനാണ്. അതില് സ്കൂട്ടർ പറഞ്ഞപ്പോൾ ഓടി വന്ന് കഴിച്ചുകൊണ്ട് പറഞ്ഞു, ഗൾഫിന്റെ പ്രദേശത്ത് നിന്ന് നിന്നെ ഞാൻ എന്റെ വേലക്കായി കൊണ്ടുവന്നിരിക്കുന്നു, നീ സ്നാനപ്പെടാതെ മുങ്ങി നടക്കുന്നു, വേഗം പോയി സ്നാനപ്പെടാന്ന് പറഞ്ഞത് ഓടുക. ഞാൻ എന്റെ മലപ്പുറത്തിലെ കിളി പോയെന്ന് പറഞ്ഞത് അതുപോലെ എന്നെ മുഴുവൻ ഇതും പോയി. കാരണം ഞാൻ സ്നാനപ്പെട്ടില്ല എന്ന് കുറിച്ചു വെച്ചിരിക്കുന്ന ദൈവം, നമ്മൾ സേവിക്കുന്ന ദൈവത്തെ അറിയാമോ? പഠിപ്പിക്കാൻ പറ്റുകയല്ല, പറ്റി നടക്കില്ല. ദൈവം നമ്മൾ എടുക്കുന്ന ശ്വാസം പോലും തന്റെ പുസ്തകത്തിൽ വ്യക്തമായി എഴുതി വെക്കുന്ന അൻസൺ എബ്രഹാം വർഗീസ് 24-ാം തീയതി ഇത്ര ശ്വാസം എടുത്തു, അവന്റെ ശരീരത്തിൽ ഇത്ര രോഗം പൊടിഞ്ഞു, അവൻ ഇത്ര രോഗം പിടിച്ചു, അവനെ ഇവിടെയൊക്കെ ശുശ്രൂഷിച്ചു എന്നെല്ലാം കൃത്യമായി എഴുതി വെക്കുന്ന ദൈവം അൻസൺ സ്നാനപ്പെട്ടില്ല എന്ന് എഴുതി വെക്കുകയും അതിനുവേണ്ടി ഒരു ദേവദാസൻ, ഞാൻ പേര് എന്റെ പേര് നീലകണ്ഠൻ എന്നാണ് പറഞ്ഞു, ചെങ്ങന്നൂർ ചങ്ങല കിടന്ന ഭ്രാന്തായിട്ട് ഒരു ദേവദാസൻ വഴിയെ വന്ന ദേവദാസൻ ഇത് പഠിത്തമൊന്നുമില്ലാത്ത പാണ്ഡിലോരിലെ കിളിയായിരുന്നു. അപ്പോൾ ദേവദാസൻ അതുവഴി വന്നിട്ട് ചങ്ങല അഴിച്ച് കൂടെ കൊണ്ടുപോയി. കുമരകത്തിൽ നിന്ന് അദ്ദേഹം സ്നാനപ്പെട്ടു. ഒരു സായിപ്പ സ്നാനപ്പെടുത്തിയത് സ്നാനജലത്തിൽ നിന്ന് കയറിയ നിമിഷം മുതൽ 31 മുതൽ വെളിപ്പാട് 22 വരെ വള്ളി പുള്ളില്ലാതെ വിളിച്ചു പറയും. ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റുമോ? പഠിത്തമില്ലാത്ത ഒരു വ്യക്തിക്ക് വേദപുസ്തകം മുഴുവൻ ഒരു നിമിഷം കൊണ്ട് ഹല്ലേലൂയ വള്ളി പുള്ളില്ലാതെ ദൂത് പറഞ്ഞ അദ്ദേഹം ഹല്ലേലൂയ ബൈബിൾ വാക്യം പറഞ്ഞ ദൂത് പറയുന്നത്. അദ്ദേഹത്തെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു, പ്രാർത്ഥിച്ചു, ഹല്ലേലൂയ പോയി. ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ എനിക്ക് ഇപ്പോൾ സ്നാനപ്പെടണം. പാസ്റ്റർ പറഞ്ഞു, ഞാനിപ്പോൾ ഉപവാസത്തിലാണ്, 7 ദിവസം ഉപവാസമാണ്, അത് കഴിഞ്ഞാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇരുന്നിരുന്ന് സംസാരിച്ച്, കാരണം പരസ്യമായിട്ട് ചെയ്യാൻ പറ്റില്ല, എങ്ങനെ ചെയ്യും? അപ്പൊ ദേവദാസൻ എന്ന് പറഞ്ഞു, കുറിയന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കയമുണ്ട്, പമ്പയാറ്റിൽ ഒരു കയമുണ്ട്, നമുക്ക് രാത്രിയിൽ അവിടെ പോയി സ്നാനപ്പെടാം, ആരും അറിയരുത്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, സെപ്റ്റംബർ മാസം 21-ാം തീയതി രാത്രി ആരും അറിയാതെ ഞാൻ 2 പേരും എഴുന്നേറ്റ് ഏകദേശം 3 മണിക്ക്. എല്ലാവരും ഭയങ്കര ഉറക്കമാണ്. എന്റെ ക്ലിനിക്ക് പുല്ലാട്ടുണ്ട്. ഞാൻ ക്ലിനിക്ക് റീസ്റ്റാർട്ട് ചെയ്തിരുന്നു. പുല്ലാട്ടി ക്ലിനിക്കിൽ വന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. പാസ്റ്ററി പറഞ്ഞ കാര്യം വലിയൊരു കാടിനകപ്പുറം പോകണം. അതിനകത്ത് സ്കൂൾ ഓടിച്ച് ഇറങ്ങി കഷ്ടപ്പെട്ട് ചെറിയ ടോർച്ച് ഓടിച്ചതുകൊണ്ട് ഞങ്ങൾ അവിടെ എത്തി, മണൽപ്പരപ്പിലെത്തി. അവിടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിനുശേഷം ദേവദാസൻ വെള്ളത്തിലിറങ്ങി എന്നെ വിളിക്കുക വെള്ളത്തിലിറങ്ങുവാനായിട്ട്. അപ്പൊ ഞങ്ങൾ വെള്ളം ഇട്ടിരിക്കുന്നത്, വെള്ളം കയറുമ്പോട്ടിരിക്കുന്നത്, ദൂരെ എന്നൊരു ശബ്ദം, ചാടരുത് എന്നൊരു ശബ്ദം. ദേവദാസൻ വെള്ളത്തിലിറങ്ങി ഒരു വാക്ക് പ്രാർത്ഥിച്ചു, കർത്താവേ ഇത് പരസ്യമായി ചെയ്യേണ്ടതാണ്, ഞങ്ങൾക്ക് നിവൃത്തിയില്ല, അവിടുന്ന് ക്ഷമിക്കണമേ, ഒരു വാക്ക് പ്രാർത്ഥിച്ചു. അദ്ദേഹം വെള്ളത്തിലിറങ്ങി എന്നെ വിളിക്കുമ്പോൾ ദൂരെ എന്നൊരു ശബ്ദം, ചാടരുത്. ദൂരെ ആരോ ഞങ്ങളെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അദ്ദേഹം ഓടി അടുത്തു വന്നു.
അടുത്ത് വന്നപ്പോൾ മനസ്സിലായി സ്നാനമാണെന്ന്. അദ്ദേഹത്തിന്റെ പേര് തോമസ്, ഒരു മേസ്ത്രിയാണ്. എന്തിനാ അദ്ദേഹം നിന്ന് എനിക്കറിയില്ല, ഇന്നും അറിയില്ല. അദ്ദേഹം ഞങ്ങളുടെ കൂടെ വന്നു നിന്നു, സ്നാനത്തിന് സാക്ഷ്യം വഹിച്ചു, ഞങ്ങളുടെ കൂടെ മുട്ടുകുത്തി ആ 3 മണി നേരത്തെ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിലൂടെ ആ ദേശം മുഴുവൻ അറിഞ്ഞു മനസ്സിൽ സ്നാനപ്പെടുന്നു. പക്ഷെ എന്റെ ഭാര്യ മാത്രം പറഞ്ഞില്ല. ഭാര്യ പറഞ്ഞത് 7-ാം ദിവസമാണ്. അതിനോട് തോന്നുന്നു പറയാം. 7 ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യ കാണിച്ചു, എന്താ മനുഷ്യൻ നിങ്ങൾ സ്നാനപ്പെട്ടോ? നിങ്ങളുടെ നോട്ടത്തിലും ഭാവത്തിലും സംസാരത്തിലും മാറ്റം കാണുന്നു. ഇതെല്ലാം പിടികിട്ടു? ഇതെല്ലാം മനസ്സിലായോ? ഇല്ല. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ സംഭവിക്കണം, വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ തന്നെ പുതിയ സൃഷ്ടിയാകണം. പക്ഷെ പുതിയ സൃഷ്ടിയാകുന്ന നമ്മിലും മരിച്ച ഒരു പാപ ശരീരമുണ്ട്, അറിഞ്ഞിരുന്നോണം. ഹല്ലേലൂയ. ജഡം മരിച്ചിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. ജഡത്തിലുള്ള പാപ ശരീരമുണ്ട്. നമ്മുടെ ആത്മാവ് മാത്രമേ വീടിനോടുള്ളൂ. ഹല്ലേലൂയ. ഒരുവൻ വീണ്ടിരിക്കുമ്പോൾ അവന്റെ ആത്മാവിലുള്ള സകല കന്മഷവും, സകല പാപവും, സകല ശാപവും, സകല ബന്ധനവും യേശുക്രിസ്തുവിന്റെ കാൽവരി കുരിശിലെ രക്തത്താൽ കഴുകപ്പെട്ട് അവന്റെ ആത്മാവ് വീണ്ടെടുക്കപ്പെടുന്നു. അവൻ വീണ്ടും ജനിക്കുന്നു. എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിക്കുക, ഉയരത്തിൽ നിന്ന് ജനിക്കുക, ആത്മാവിനാൽ ജനിക്കുക. അവൻ വീണ്ടും ജനിക്കുമ്പോൾ അവന്റെ പാപ ശരീരം അവന്റെ ജഡത്തിലുണ്ട്. ഇതവിടെ ഇരിക്കുവാൻ അനുവദിച്ചാൽ അവൻ ഒരുപക്ഷെ വീണ്ടും ജീവൻ വെച്ചേക്കാം, വീണ്ടും പാപത്തിന് അടിമയാക്കാം. അതിനുവേണ്ടി ആ സ്നാനപ്പെടണമെന്ന് പറയുന്നു. എടുക്കണ്ട, 6-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ മരിച്ചതായ ആ പാപ ശരീരത്തിന്റെ ശവസംസ്കാരമാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരു ദേവദാസന്റെ കൈയിൽ സ്നാനപ്പെടുക എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട ശേഷം സ്നാനപ്പെടുവാനായിട്ട് ഇനിയും ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഈ ഉപവാസ പ്രവർത്തനം കഴിയുമ്പോൾ അത് നടന്നിരിക്കണം. പാപമനുഷ്യൻ, ഹല്ലേലൂയ, പാപമനുഷ്യൻ, ഹല്ലേലൂയ, കുഴിച്ചിടപ്പെടണം, കുഴിച്ചിടപ്പെടണം, കുഴിച്ചിടപ്പെടണം. ഹല്ലേലൂയ. അന്ന് എഴുന്നേറ്റ് വന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. വേഗത്തിൽ തന്നെ കുടുംബത്തെയും കർത്താവ് രക്ഷിച്ചു. ഞങ്ങൾ കുടുംബമായിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. 2013 വരെ, 13 അവസാനം വരെ ട്രാക്ട് മിനിസ്ട്രി ആരംഭിച്ചു. അത് ചെയ്തു. 2013 ഇതുകൂടെ പറഞ്ഞാൽ വചനത്തിലേക്ക് വരാം. 2013 അവസാനം ഒരു ഉപവാസ പ്രാർത്ഥന, ഞാൻ റോഡിൽ നടക്കുമ്പോൾ ഒരു ചെറിയ ബാനർ കണ്ടു, ഉപവാസ പ്രവർത്തനം 7 ദിവസം. ഞാൻ നോക്കുമ്പോൾ അന്ന് 6-ാം ദിവസമാണ്. ഞാൻ ആ നമ്പർ വെച്ച് ദേവദാസനെ വിളിച്ചു. എനിക്ക് അറിയാൻ വയ്യാത്ത സ്ഥലമാണ്, അറിയാൻ പാടില്ലാത്ത ഒരു മലമണ്ടയാണത്. രാത്രിയിൽ ഞാൻ വീട്ടിൽ പറഞ്ഞു ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോവുകയാണെന്ന്. രാത്രിയിൽ ഈ സ്ഥലം അതിൽ വെട്ടമൊന്നുമില്ല. ഒരു വിധം ഞാൻ അവിടെ കാര്യം ചെന്നു. ആൾക്കാരെ ചോദിച്ചിട്ട് അവിടെ ചെന്നപ്പോൾ ഇതുപോലെ ഒരു ഹോള്, നിറയെ അമ്മച്ചിമാർ, അപ്പച്ചന്മാര്, യുവാക്കന്മാരുള്ള യുവാവ് എന്ന് പറയുന്ന ദേവദാസൻ മാത്രം. അദ്ദേഹം അന്ന് പാട്ടുപാടി ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ കയറി ചെന്നത്, ഞാൻ ഏറ്റവും പുറകിൽ പോയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ദേവദാസൻ വന്ന് പറഞ്ഞു, വചന ശുശ്രൂഷ ചെയ്യാമോ? ഞാൻ ചെയ്യാമെന്ന്. അങ്ങനെ 6-ാമത്തെ ദിവസം വചന ശുശ്രൂഷ അവിടെ ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോൾ അമ്മച്ചിമാർ, അപ്പച്ചന്മാർ പറഞ്ഞു, ഡോക്ടറെ പോകരുത്, നാളെ വന്നിരിക്കണം. നാളെ ഞങ്ങൾ ഉപവാസം തീരുകയാ, നാളെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാ, ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് ഒത്തിരി പണിയുണ്ട്, എനിക്ക് കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് എനിക്ക് വരാൻ പറ്റില്ല. എന്നാൽ ഒരു കാര്യം, ഭക്ഷണം കഴിക്കാനെങ്കിലും വന്നിട്ട്. ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ 7-ാം ദിവസം വാസുവേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയത്. അവിടെ ചെന്നപ്പോൾ ദൂരേന്നോട് വരുന്നൊരു ദേവദാസനാണ്. ദേവദാസന്റെ പേര് ഉണ്ണികൃഷ്ണൻ ശമുവേൽ. ഒരുപക്ഷെ ദേവദാസന്മാർ അറിയായിരിക്കും. അദ്ദേഹമാണ് വന്നത്. അദ്ദേഹം വന്നത് 3 മണിക്കൂർ താമസിച്ചാണ്. ഞാൻ കഴിക്കാൻ ചെന്നപ്പോൾ അവരവിടെ യോഗം തുടങ്ങുന്നതേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയുന്നതുപോലെ ഏറ്റവും പുറകിൽ പോയിരുന്നു. ദേവദാസൻ വേദപുസ്തകം എടുത്ത് തുറന്നു. 1 ശമൂവേൽ 2-ാം അധ്യായം തുറന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വേദപുസ്തകം അടയ്ക്കുകയാണ്. ഇവിടെ ചുറ്റുപാടും മർത്തോമക്കാരുടെ നടുവിൽ ഒരു ഹിന്ദു ആയിരുന്നു ഞാൻ. കാണാപ്പാടെ പ്രസംഗിക്കാൻ പോകുന്നു പറഞ്ഞ് ശക്തമായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിർത്തി, കണ്ണടച്ചു. എന്ന് പറയുകയാണ്, ഞാൻ ആരെയും നോക്കുന്നില്ല, ആരെയും ചൂണ്ടുന്നില്ല. ദൈവാത്മാവിനോട് ദൂത് പറയുന്നു, വിളിച്ചു പറയുകയാണ്. എന്നിട്ട് നിങ്ങൾ കേൾക്കണോ, ഞാൻ രക്ഷിക്കപ്പെട്ട നിമിഷം മുതൽ ആ നിമിഷം വരെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. അവസാനമായി ഞാൻ റിസൈൻ ചെയ്തപ്പോൾ എന്റെ ബാങ്കിലേക്ക് കമ്പനിക്കാർക്ക് തന്ന എമൗണ്ട് പറഞ്ഞു, നിന്റെ അക്കൗണ്ടിൽ വന്നത് എമൗണ്ട് എന്ന്. എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു,
നിന്നെ എന്റെ വേലയ്ക്ക് വേണ്ടി നീ എവിടെ നിന്ന് വന്നോ അവിടേക്ക് മടക്കിക്കൊണ്ടു പോവുകയാണ്. നിനക്ക് ജോലി ചെയ്തിരിക്കാനല്ല, എന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ അപ്പോൾ തന്നെ ഏറ്റെടുത്തു. അതുപോലെ ഞാൻ കേട്ടോണ്ടിരുന്നു, അതും അപ്പോൾ തന്നെ ഏറ്റെടുത്തു. എല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഹല്ലേലൂയ എല്ലാവരും പോകാൻ തുടങ്ങിയപ്പോൾ ദേവദാസൻ അവിടെ നിൽക്കുന്നു. ഒരു പ്രവാചകൻ നമ്മളെന്ന് പറയുക, പ്രവാചക ദേവദാസം പറഞ്ഞപ്പോൾ എന്നെ കുറിച്ച് കേട്ടോ. അപ്പോൾ ദേവദാസൻ എന്ന് പറയും, അങ്ങനെയാണോ എന്റെ നമ്പർ എടുക്കില്ലേ, പിന്നെയും ബന്ധപ്പെടണം. ദേവദാസൻ പറഞ്ഞു, എനിക്കറിയില്ല, താങ്കളെ കുറിച്ചായിരിക്കാം, ആണെങ്കിലും ഏറ്റെടുത്തോ നല്ലത് എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. സ്തോത്രം ഹല്ലേലൂയ. പിന്നെ 4 വർഷം കഴിഞ്ഞ് ഞാൻ കണ്ടത്, നിങ്ങൾക്കറിയാമോ ഞാൻ ഏത് കട്ടിലാണോ 3 ദിവസം അന്ധനായി കിടന്ന് എന്റെ പാപം കണ്ടത്, ഞാൻ ആ കട്ടിലിൽ വീണ്ടും തിരികെ ചെന്നു. അസംഭവമാണ്. കാരണം ഗൾഫിലൊക്കെ ഒരു മുറി പോയാൽ പിന്നെ കിട്ടുകയല്ലോ. സ്തോത്രം ഹല്ലേലൂയ. അതും 4 വർഷം മുമ്പ് കൊടുത്ത വാടക മതി എന്ന് പറഞ്ഞു. അവിടുന്ന് തുടങ്ങിയത് അടുത്ത ജീവിതം. ഞാൻ അവിടെ പോയി 1 മാസത്തേക്ക് എന്നെ നിർബന്ധിച്ച് എന്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് വേറെ സുഹൃത്തിന് വേണ്ടി ജോലി റെഡിയാക്കി എല്ലാം റെഡിയാക്കിയപ്പോൾ അദ്ദേഹം കാലുമാറിയപ്പോൾ ഇവർക്ക് ആ വേക്കൻസി പോകാതിരിക്കാൻ ഞാൻ ചെല്ലുകളെന്ന് അറിയാം. എന്നോട് നിർബന്ധിച്ച്, അച്ഛൻ ഒരു കാര്യം ചെയ്യുക, നീ ഇങ്ങോട്ടൊന്ന് വന്ന് 1 മാസം ഇരിക്കും, കസര ഇരുന്നാൽ മതി, 1 മാസം കഴിഞ്ഞ് വേറെ ആളിനെ ആയിക്കണം, നീ ജോലി ചെയ്യുന്ന നമുക്ക് അറിയാം. ഞാൻ അവിടെ അങ്ങനെ പോയത് 1 മാസത്തേക്ക് പോയതാ. നോക്കിയ കർത്താവിന്റെ അത്ഭുതങ്ങൾ. 5 പൈസ മുടക്കില്ല, വിസ വേണ്ട, ഇന്റർവ്യൂ ഇല്ല, ആപ്ലിക്കേഷൻ ഇല്ല. എനിക്ക് ആദ്യം ജോലി കിട്ടിയ പോലെ തന്നെ. അവിടെ ചെന്ന ഉടനെ അവിടെ രാത്രി ഒരു ബൈബിൾ കോളേജ് ഉണ്ട് അബുദാബിയിൽ. അവിടെ പഠിക്കുന്ന ഒരു വ്യക്തിയെ കാണാമെന്ന് പറഞ്ഞു. ഒരു വേക്കൻസി ഉണ്ട്, BTH ഒരു വേക്കൻസി. ഒരാൾ പോയി. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ചേരാം. എന്റെ വലിയ ആഗ്രഹമായി ബൈബിൾ പഠിക്കും, പക്ഷെ കൈ കാശില്ല. കാരണം ഞാൻ സ്റ്റാർലാമൊക്കെ വിളിച്ചപ്പോൾ MDV ചേരാമെന്ന് പറഞ്ഞു. ഞാൻ ഓടി MD എടുത്തത്. അപ്പോൾ MDV ചേരാമെന്ന് പറഞ്ഞു, പക്ഷെ കാശ് വേണം. കാശില്ലാതെ ഇന്ത്യൻ ബൈബിളിൽ പഠിക്കുക എനിക്കും കാശില്ല. കാരണം എനിക്ക് ആഹാരമാണ് കിട്ടുന്ന 5000-ഓ 6000-ഓ പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. കാരണം എന്റെ ക്ലിനിക്ക് ഞാനൊരു സുവിശേഷ പ്രവർത്തനത്തിന് മാറ്റിവെച്ചുകൊണ്ട് ക്ലിനിക്ക് എനിക്ക് വീണ്ടും കൂട്ടേണ്ടി വന്നു. കാരണം ഡോക്ടർ വിട്ടുപോയി, രോഗികൾ വിട്ടുപോയി, വരുന്നതുകൊണ്ടൊക്കെ മനസ്സാന്തരപ്പെടാൻ പറയും. ഒരച്ഛൻ തന്നെ അടിച്ച് ഞാൻ മരിച്ചിടുന്നേ പോകും. ഒരച്ഛൻ മനസ്സാന്തരം പറഞ്ഞു, രോഗിയാണ് കേട്ടോ, മനസ്സാന്തരപ്പെടാൻ പറഞ്ഞു, ചാടി എന്നെ കൊല്ലാൻ വന്നു. അമ്മമ്മ വട്ടം പിടിച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അങ്ങനെ പോയപ്പോൾ എനിക്കിത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ ചെന്നു കേൾക്കണോ, ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ എന്നെ കൊണ്ടുപോയ വ്യക്തിയോട് പറഞ്ഞു, ഇനി ഞാൻ മടങ്ങി പോകുന്നില്ല, ഞാൻ അവിടെ തന്നെ ഉറക്കുകയാണ്. അങ്ങനെ അവിടെ ഉറച്ചു. അല്ലെങ്കിൽ തിരികെ എയർക്രാഫ്റ്റ് എഞ്ചിനീയറായി. ഞാൻ ഏത് ജോലി ഉപേക്ഷിച്ചോ, 2000 ജാനുവരിയിൽ ഏത് ജോലി ഞാൻ ഉപേക്ഷിച്ചോ അതേ ജോലിയുടെ ഉന്നത സ്ഥാനത്തേക്ക് ഹല്ലേലൂയ കർത്താവ് തന്നെ ആക്കി. എന്നിട്ട് അവിടെ 3-4 വർഷം ബൈബിൾ പഠിച്ച് കഴിഞ്ഞുള്ള കാര്യമാണ് 2018 ബേഥാനിയ ഗോസ്പൽ മിനിസ്ട്രിയെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. സ്വന്തം സാക്ഷ്യത്തിൽ നിന്ന് മാറിക്കളുടെ ഇത്രയും നിങ്ങൾ കേട്ടത് മറക്കരുത്. 1-2 കാര്യങ്ങൾ മറക്കരുത്. എന്താണ്? സ്നാനപ്പെടുത്ത കാര്യം നിങ്ങൾ മറ്റുള്ളവർ സംസാരിക്കണം. സ്നാനപ്പെടാൻ വിമുഖത കാണിക്കുന്നവരോട് നിങ്ങൾ പറയണം, ഇതുപോലെ ഒരുത്തൻ സഭയിൽ വന്നിരുന്നു, ഈ സാക്ഷ്യം പറഞ്ഞു, കർത്താവ് കുറിച്ചിട്ടിരിക്കുകയാണ്, നീ സ്നാനപ്പെട്ടില്ല, വേഗം സ്നാനപ്പെടണം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ഹൃദയപരമാർത്ഥതയോടെ ദൈവസന്നിധിയിൽ കളിക്കുന്ന അഭയയാചനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി ഈ സാക്ഷ്യത്തിൽ നിന്ന് എടുത്തോണം. ഓരോ സാക്ഷ്യത്തിനും കേൾക്കുന്ന സാക്ഷ്യം കേട്ട് കണ്ണീര് ഒഴുക്കി ഹല്ലേലൂയ ഗദ്ഗതകാൻ കൂടെ വേണ്ടത്. നിങ്ങൾ സാക്ഷ്യം കേൾക്കുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്കുള്ള ദൂതം എടുത്തോണം. സ്വന്തം ഹല്ലേലൂയ. അപ്പോൾ ഉൽപ്പത്തിയാകണം മുതലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് മനുഷ്യനോട് വാദിച്ചുകൊണ്ടിരുന്നു. സ്വന്തം നമുക്ക് ഉദയത്തിലേക്ക് ഓടി വരാം. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ശുശ്രൂഷിക്കുന്നത് ഇപ്പോൾ എന്താണ്? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. ഈ ഹല്ലേലൂയ ദൈവാത്മാവ് വാദിക്കുന്നതിനെ കുറിച്ച് പുതിയ നിയമത്തിൽ നമുക്ക് പഠിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരാം. 14-ാം അധ്യായം, യോഹന്നാൻ 14. ആമേൻ, 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 ആമേൻ. 16-17. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്നൊരു മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് കൂടി ഇരിക്കേണ്ടത് ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അതിന് അവനെ ലഭിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കും, നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. 1-2 വാക്കുകൾ നമുക്കൊന്ന് സ്പർശിച്ചു പോകാം. സ്വന്തം അവൻ മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും
എന്നേക്കും. നമ്മൾ എന്താ ഉൽപ്പത്തി 6:3 വായിച്ചത്? ഇനിയും എന്റെ ആത്മാവ് മനുഷ്യനോട് വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. ഇവിടെ എന്ന് പറയുന്നു അവൻ വീണ്ടും വാദിക്കാൻ തുടങ്ങും. എത്ര നാളത്തേക്കാ? എന്നേക്കും നമ്മുടെ കൂടെ ഇരിക്കേണ്ടതിന്. സ്വന്തം എന്നേക്കും നമ്മുടെ കൂടെ ഇരിക്കേണ്ടതിന്. ഓടിച്ചു അതിൽ വിട്ട് പറഞ്ഞു പോകാം. എന്നിട്ട് പറഞ്ഞു എന്തിനു വേണ്ടി കാരസ്ഥം വരുന്നത്? അവൻ പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധ്യം വരുത്തുവാൻ, അർത്ഥാൽ വാദിക്കുവാൻ. അല്ലല്ലോ സ്വന്തം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ പാപത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ നീ മടങ്ങി വാ, നീ മാനസാന്തരപ്പെട്, നീ അനുഭവിക്ക്, നീ നിന്റെ സൃഷ്ടികർത്താവായ യഹോവയിലേക്ക് തിരിഞ്ഞ് എന്ന് പറഞ്ഞ് മനുഷ്യനോട് വാദിച്ചു കൊണ്ടിരുന്നിട്ട് ഒരുത്തൻ പോലും മാനസാന്തരപ്പെടാതെ ഇരുന്നപ്പോൾ യഹോവ ഇപ്രകാരം പറഞ്ഞു, ഇനി മേലിൽ എന്റെ ആത്മാവ് മനുഷ്യനെ വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. എന്നിട്ട് സകലത്തിനെയും വെള്ളത്തിൽ നോക്കി കൊന്നുകളഞ്ഞു, സകല സൃഷ്ടികളെയും നശിപ്പിച്ചു കളഞ്ഞു. നിജമാനായ നോഹയും കുടുംബം ഒഴിച്ച് ബാക്കിയെല്ലാം തകർത്ത് കളഞ്ഞു. എന്നിട്ട് പുതിയ നിയമത്തിൽ വരുമ്പോൾ തന്നെ ഏറ്റവും സ്നേഹിച്ച ശിഷ്യൻ മുഖാന്തരം നമ്മോട് പറയുകയാണ്, ഞാൻ വീണ്ടും പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുകയാണ്. ഹല്ലേലൂയ. എത്ര നാളത്തെ കരുതുന്നത്? ഇന്നത്തേക്കും നാളത്തേക്കുമല്ല, മറ്റന്നാളത്തേക്ക് മാത്രമല്ല, എന്നത്തേക്കുമായിട്ട്. എങ്ങനെയാ വരുന്നത്? പാരക്കലിംഗായിട്ട്, കാര്യസ്ഥനായിട്ട്, സൂപ്പർവൈസറായിട്ട്, ആശ്വാസദായകനായിട്ട്. സ്തോത്രം 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 സ്തോത്രം. 2 രാജാക്കന്മാർ 8-ാം അധ്യായം 3-6 ഇവിടെ ഇരുന്നപ്പോൾ കർത്താവ് എനിക്ക് തന്ന വാക്യങ്ങളാണ്. 2 രാജ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. 8-3-6 വാക്യങ്ങൾ. 7 സംവത്സരം കഴിഞ്ഞിട്ട് അവൾ ഫെലിസ്ത്യ ദേശത്ത് നിന്ന് മടങ്ങി വന്നു. പിന്നെ അവൾ തന്റെ വീടും നിലവും സംബന്ധിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പാൻ ചെന്നു. അന്നേരം രാജാവ് ദൈവപുരുഷന്റെ ബാല്യക്കാരനായ ഗേഹസിയോട് സംസാരിക്കുകയും ചെയ്ത വൻകാര്യങ്ങളൊക്കെയും നീ എന്നോട് വിവരിച്ചു പറയുക എന്ന് കൽപ്പിച്ചു. മരിച്ചുപോയവനെ ജീവിപ്പിച്ച വിവരം അവൻ രാജാവിനെ കേൾപ്പിക്കുമ്പോൾ തന്നെ അവൻ മകനെ ജീവിപ്പിച്ചു കൊടുത്തിരുന്ന സ്ത്രീ വന്ന് തന്റെ വീടും നിലവും സംബന്ധിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പിച്ചു. യജമാനായ രാജാവേ, ഇവൾ തന്നെ ആ സ്ത്രീ, എലീശ ജീവിപ്പിച്ചു കൊടുത്ത മകൻ ഇവൻ തന്നെ എന്ന് പറഞ്ഞു. അവളും അത് വിവരിച്ചു പറഞ്ഞു. രാജാവിന് ഉദ്യോഗസ്ഥനെ നിയമിച്ചു. അവൾക്കുണ്ടായിരുന്നതൊക്കെയും അവൾ ദേശം വിട്ടുപോയ നാൾ മുതൽ ഇതുവരെയുള്ള നിലത്തിന്റെ ആദായവും അവൾക്ക് കൊടുപ്പിക്കണമെന്ന് ആരെക്കുറിച്ച് വായിച്ചല്ലോ? വായിച്ചതെല്ലാം മനസ്സിലായോ? ആരെക്കുറിച്ചാണ് വായിച്ചത്? ജീവിതത്തിൽ ഉണ്ടായ കൈപ്പറ്റിയ അനുഭവം. 6-7 വർഷത്തോളം ക്ഷാമം. സ്തോത്രം. ഹല്ലേലൂയ. ക്ഷാമം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു, രാജാവിന്റെ സന്നിധിയിൽ വന്നു. രാജാവിന്റെ സന്നിധിയാണ്. പ്രവാചകൻ എലീശ പ്രവാചകൻ നിൽപ്പുണ്ട്. എലീശ പ്രവാചകൻ ദൂത് പറഞ്ഞു രാജാവിനോട്, ഇവർ എന്തെല്ലാം ചെയ്തുവെന്ന്, ഇവർക്ക് വേണ്ടി ദൈവം എന്തെല്ലാം ചെയ്തുവെന്ന്. 6-7 വർഷം ജീവിതത്തിൽ കൈപ്പായിരുന്നെങ്കിൽ ദൈവം വ്യക്തമായിട്ട് ദൂത് പറയുന്നു, ഹൃദയത്തിന്റെ നീറ്റൽ മാറ്റുന്ന നിന്നെ കൊണ്ട് ഈ വന്നിരിക്കുന്നത്, നീ എലീശ പ്രവാചകന്റെ മുൻപിലാണ് വന്നിരിക്കുന്നത്, രാജാവിന്റെ സന്നിധിയാണ് വന്നിരിക്കുന്നത്. എങ്കിൽ ഒരു ദൂത് വിളിച്ചു പറയുന്നു, നീ വായിച്ചതുപോലെ ദൈവം നിനക്ക് വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരുവാനായിട്ട്. 7 വർഷം എന്ത് നഷ്ടപ്പെട്ടോ, അതിന് മുൻപ് നഷ്ടപ്പെട്ടോ, നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് 10 മടങ്ങായി മടക്കി തരുവാനായിട്ട് ഒരു ഉദ്യോഗസ്ഥനെ, ദൈവത്തിന്റെ ഒരു ദൂതനെ ഇന്ന് നിനക്കായിട്ട് നിയമിച്ചു. മുന്നോട്ട് പ്രാപിക്കുവാനായിട്ട് ഈ ദൈവത്തിന്റെ സന്നിധിയില്, രാജാവിന്റെ സന്നിധിയില് എലീശ പ്രവാചകന്മാരായിരിക്കുന്നു. പ്രവാചകന്മാർ
സഹോദരന്മാരാ. ഒരു വ്യക്തി മാത്രം ആദിവാസം മാത്രമല്ല, ഇവരിൽ നിന്ന് മുന്നോട്ടുള്ള ഓരോ ചുവട് നാളെ ഒരു ചുവടുണ്ടെങ്കിൽ ദേവദാസ ഞാനിങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് വേണം എടുക്കുവാനായിട്ട്. അപ്പോൾ തന്നെ സ്തോത്രം ഹല്ലേലൂയ. ഒരു ദൂതൻ പറയുകയാണ്, ഇന്ന് പകലിലെ ഇവിടെ ശുശ്രൂഷ ആസ രാജാവിനെ കുറിച്ചായിരുന്നല്ലേ. ആസ രാജാവ് 10-35 വർഷം ദൈവത്തിന്റെ കൂടെ നടന്നു. കാര്യമല്ല ശരിയാ. അവൻ ദൈവത്തിന്റെ കൂടെ നടന്നപ്പോൾ അവൻ ബലഹീനനായപ്പോഴും ദൈവം അവനെ ബലപ്പെടുത്തി മാസ്റ്ററെ. പക്ഷെ 36 വർഷം എന്ത് ചെയ്തു? അതുപോലെ സംഭവിക്കരുതെന്നുള്ള ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. ദേവദാസന്മാരുടെ ആലോചന ചോദിച്ച് ദൈവാത്മാവ് തരുന്ന ആലോചന പ്രകാരം ദൈവശക്തിയിൽ ദൈവത്തിന്റെ ബലമുള്ള ഹല്ലേലൂയ ഹല്ലേലൂയ 1 പത്രോസ് 5 എടുത്തോട്ടെ. 1 പത്രോസ് 5:6-7 വായിച്ചേ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈകളെ താണിരിക്കണം. ഒന്നുകൂടെ അവൻ നിങ്ങളെ കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവോ ചിന്താകുലമുണ്ടോ ഇല്ലയോ? ഇന്ന് ഈ കസാരയിൽ എഴുന്നേൽക്കുന്നതിന് മുമ്പ് യേശുവിന്റെ ചുമതലയ്ക്ക് ആ ചിന്താകുലം മുഴുവൻ ഇടുവാൻ തയ്യാറായിട്ട് ദൈവത്തിന്റെ ബലമുള്ള കരുത്തിനെ താണിരിക്കുവാൻ തയ്യാറായ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. ഇവിടുന്നപ്പോൾ കർത്താവ് വേറെ അമ്മാമേ അസ്തമാമേ ജീവിതത്തിൽ ഒത്തിരി കൈപ്പിലുള്ള അനുഭവത്തിലുള്ള തള്ളല്ലേ തള്ളിക്കളയും സ്തോത്രം മാറ്റി നിർത്തൽ സ്തോത്രം ഹല്ലേലൂയ അനുഭവത്തിലുള്ള ചെറുപ്പം മുതലേ കടന്നു പോയതാണെന്ന് ദൈവാത്മാവ് പറഞ്ഞു. അതിന്റെ ആ നീറ്റല് ഇപ്പോഴും ഉണങ്ങി. നല്ലൊരു ദൈവാസിനെ കിട്ടിയുണ്ട്, നല്ലൊരു ഭർത്താവിനെ കിട്ടിയുണ്ട്. അതൊക്കെ ഉണങ്ങി. പക്ഷേ പാട് കിടക്കും. നമ്മൾ ഈ ചെറുപ്പത്തില് നമ്മൾ എന്റെ കയ്യിൽ കണ്ടൊരു പാട് കിടക്കും ഇല്ലേ? ഹൃദയത്തിലൊരു പാട് കിടക്കും. ചിലപ്പോൾ ഇങ്ങനെ പൊങ്ങി വരും. പക്ഷെ ഇന്നത് മാറ്റുക, ആ പാടൊക്കെ മാറ്റുക. വായിച്ചാൽ എസ്തേറിന്റെ പുസ്തകം 2:9 സ്തോത്രം 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 സ്തോത്രം. മനുഷ്യൻ മുഴുവൻ തള്ളിയാലും സുന്ദരന്മാരിൽ സുന്ദരനായ നമ്മുടെ കർത്താവ് 10,000 ശ്രേഷ്ഠൻ 10,000 അവൻ വെള്ളയും ചുവപ്പ് ധരിച്ചവൻ. അവൻ ബോധിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ആര് വേണമെന്ന് പറഞ്ഞാലും ആര് വേണ്ടത് നമുക്ക് ഹൃദയത്തിൽ കിടക്കുന്നതായ പാഠമാവട്ടെ. സ്തോത്രം ഹല്ലേലൂയ. ദൈവദാസനോട് പറയുവാനായിട്ട് കർത്താവ് എന്റെ ഒരു ഭാഗമായിരിക്കുന്നു. കുറച്ച് കൂടുതലുണ്ട്. യോഹന്നാന്റെ സുവിശേഷം ഈ സഭയെ കുറിച്ചും ദേവദാസിനെ കുറിച്ചും കർത്താവിനോട് ഇടപെട്ടതാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 25-ാം വാക്യമാണ് കർത്താവ് തന്നത്. 20 മുതൽ വായിക്കാൻ പറഞ്ഞു. നിങ്ങളോട് പറഞ്ഞു വേർത്തോർക്കുകയും അവരുടെ ഉപദ്രവിച്ചു എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായതുകൊണ്ട് എന്റെ നാമം നിമിത്തം ഇതൊക്കെ നിങ്ങളോട് ചെയ്യും. ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. ഇപ്പോഴും അവരുടെ പാപത്തിന് ഒഴിവുകഴിവില്ല. എന്നെ പകയ്ക്കുന്നവൻ എന്റെ പിതാവിനെയും പകയ്ക്കുന്നു. മറ്റാരും ചെയ്തിട്ടില്ലാത്ത ഇങ്ങനെയാണ് വ്യക്തമായിട്ട് പറയുന്നത്. സ്തോത്രം ഹല്ലേലൂയ. ഈ ദേശക്കാരോടും സഭക്കാരോടും നേതാക്കന്മാരോടും ഒക്കെ അവരുടെ പാപം വിളിച്ച് പറഞ്ഞില്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പറഞ്ഞതുകൊണ്ട് അവർ മാനസാന്തരപ്പെടാത്തതുകൊണ്ട് ആ പാപങ്ങൾ ഇപ്പോഴും ദേവദാസിന് ആരോടൊക്കെ എന്തൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിന്റെ കാര്യങ്ങൾ വിളിച്ച് പറയുന്നത് കൊണ്ട് ദൈവദാസനെയും ഹല്ലേലൂയ സഭയ്ക്കും എതിരെ ആളുകൾ എഴുന്നേൽക്കും. സ്തോത്രം ഹല്ലേലൂയ. എന്തുകൊണ്ട് എഴുന്നേൽക്കുന്നത്? സ്തോത്രം നമ്മളിവിടെ എന്തെങ്കിലും ചെയ്തു കൂട്ടുന്നത് കൊണ്ടല്ല, എന്തുകൊണ്ടാണ് യേശുവിനെ പ്രസംഗിക്കുന്നത് കൊണ്ടാണ്, പറയുന്നത് കൊണ്ട്, പരിശുദ്ധാത്മാവിനെ പറയുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് എന്തുണ്ട് എതിർപ്പുണ്ടാകും. അത് അറിഞ്ഞുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ ഒരു യുദ്ധത്തിൽ നിൽക്കുമ്പോൾ സ്തോത്രം 2 വശമാണ്, ശത്രുപക്ഷവും മിത്രപക്ഷവും. സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ ശത്രുവിനെ പോരാടുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ.
ലോകത്തിലെ യുദ്ധമാ, ദൈവമക്കളുടെ യുദ്ധമാണ് പറയുന്നത്. ലോകത്തിലെ ആർമി, നേവി, എയർഫോഴ്സ്, ലോകത്തിലെ പട്ടാളം, അവർ യുദ്ധത്തിന് ചെല്ലുമ്പോൾ അവരെത്ര പഠിച്ചെന്ന് പറഞ്ഞാലും, അവർക്ക് എത്ര മിസൈൽ ഉണ്ടെന്ന് പറഞ്ഞാലും, അവർക്ക് എത്ര വിമാനമുണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല. ഒരൊറ്റ കാര്യം അറിയണം, ശത്രുവിന്റെ പക്കൽ എന്തുണ്ടെന്ന്. ശത്രുവിന്റെ പക്കൽ എന്തുണ്ടെന്ന് അറിയുന്നവനാണ് ജയിക്കുന്നത്. അപ്പോൾ ഈ വചനഭാഗത്തൂടെ വ്യക്തമായി പറയുക, ശത്രുവിന്റെ കയ്യിൽ ആയുധമുണ്ട്, അവൻ നിന്നെ എതിർക്കും, അവൻ നിന്നെ ആക്രമിക്കും. അപ്പോൾ ശത്രുവിന്റെ കയ്യിൽ എന്തുണ്ട്? ശത്രുവിന്റെ കയ്യിൽ എതിർപ്പുണ്ട്. എതിർപ്പെന്നല്ലേ പറഞ്ഞത്? അവർ നിങ്ങളെ കുറ്റം വിധിക്കും, ഇല്ലേ? അവർ നിങ്ങളെ കുറ്റം വിധിക്കും. എന്തുകൊണ്ട്? നീ അവനോട് ദൈവത്തെ കുറിച്ച് പറയുന്നത് കൊണ്ട് അവർ നിങ്ങളെ കുറ്റം വിധിക്കും. എന്നിട്ടും ദൂതുകളിലൂടെ ദൈവാത്മാവ് തന്ന ദൂതുകൾ ആരാധന അറിയിച്ചിട്ടും അതിൽ മാനസാന്തരപ്പെടാത്തവരുടെ ഇപ്പോഴും ആ പാപം നിൽക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? അവരെ ഭയപ്പെടേണ്ട, അവന്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങുന്നു. ആര് വെല്ലുവിളിച്ചാലും, ആര് പറഞ്ഞാലും ദേവദാസനെ ഭയപ്പെടേണ്ട, അവന്റെ മേൽ പാപം നിൽക്കുന്നു, അവന്റെ മേൽ ന്യായവിധി നിൽക്കുന്നു. വേഗത്തിൽ നമ്മുടെ മെസ്സേജിന്റെ അവസാന ഭാഗത്തേക്ക് ആഗ്രഹിക്കുകയാണ്. സ്വതന്ത്രം പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയൊരു പ്രവൃത്തി. പറഞ്ഞല്ലോ, കാര്യസ്ഥനായിട്ട് നമ്മുടെ വശത്ത് നിന്ന് നമ്മുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യുന്നു? സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നല്ലേ? നമ്മൾ വാദിച്ചുകൊണ്ട് നമ്മൾ തെറ്റിലേക്ക് പോകുമ്പോൾ തെറ്റിലേക്ക് പോകരുതെന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നു. ഇനിയും അതെങ്ങനെയാ സാധ്യമാകുന്നത്? മർക്കോസിന്റെ സുവിശേഷം തോന്നി, മർക്കോസ് 1-ാം അധ്യായം 8-ാം വാക്യം വായിച്ചേ. ഇതെങ്ങനെ സാധ്യമാകും? വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നു. അപ്പോൾ എങ്ങനെ സംഭവിക്കുന്നു? പരിശുദ്ധാത്മ സ്നാനം സംഭവിക്കുന്നു. പരിശുദ്ധാത്മ സ്നാനം. ഞാൻ കുറച്ചു മുമ്പ് ജലത്തിൽ സ്നാനം എന്താണ്? വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനപ്പെടുമ്പോൾ നിങ്ങളെ മരിച്ചതായ പാപശരീരം വെള്ളത്തിൽ കുഴിച്ചിടപ്പെട്ടു. നിങ്ങൾ വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോൾ പാപമില്ലാത്തവനായിട്ട് കയറി വരുന്നത് ആ പാപശരീരം വെള്ളത്തിൽ ഒഴുകിപ്പോയി, കുഴിച്ചിടപ്പെട്ടു. ശവസംസ്കാരം നടന്നു. പോരാ ഇനി എന്ത് ചെയ്യണം? ഉപമ പറയുന്നുണ്ട്. ഒരുവന്റെ ഭവനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ പുറത്താക്കി, അല്ലേ? ഒരു കഥ പറയുന്നുണ്ട്, കർത്താവ് ഒരു സംഭവം പറയുന്നുണ്ട്. ഈ ദുരാത്മാവോടൊക്കെ ഊടാടി നടന്നാണ് പറയുന്നത്. എന്നിട്ട് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ആ വീട് അടിച്ചു വാരി ശൂന്യമായി ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടു. ഒഴിഞ്ഞു കിടന്നപ്പോൾ ദുരാത്മാവിന് മനസ്സിലായി ഇതാണ് പറ്റിയത്. സ്വന്തം കുറെ എണ്ണം വിളിച്ചുകൊണ്ട് വന്ന് അവിടെ താമസിച്ചു. അവന്റെ സ്ഥിതി പണ്ടത്തെ പിന്നത്തേതായി. നമ്മൾ സ്നാനപ്പെട്ട് വരുമ്പോൾ എന്താണ്? നമ്മൾ ശൂന്യവൽക്കരിക്കപ്പെട്ട അവസ്ഥയിലാണ്. നമ്മുടെ അകത്ത് ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ് വിശ്വാസത്തോടെ ക്രിസ്തു നിങ്ങളിൽ വിശ്വാസത്തോടെ വസിക്കണമെന്ന്. വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷേ നമ്മൾ പരിശുദ്ധാത്മ ശക്തിയാൽ നിറയപ്പെട്ടിട്ടില്ല. നമ്മുടെ പാർപ്പിടം ശൂന്യമായി കിടക്കുക. അകത്ത് ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ വാസം ആരംഭിച്ചത് വിശ്വാസത്തോടെയാ. പക്ഷെ നമ്മുടെ അകം നമ്മുടെ ജഡശരീരം നമ്മുടെ പ്രാണൻ നമ്മുടെ മനുഷ്യരാവ് ശൂന്യമായി കിടക്കുക. അവിടെ എന്ത് സംഭവിക്കണം? പരിശുദ്ധാത്മ ശക്തി കൊണ്ട് നിറയപ്പെടണം. കുത്തികാലം മുതൽ മുകൾ വരെയും പരിശുദ്ധാത്മ ശക്തിയോട് നിറയപ്പെടണം. അത് എങ്ങനെ സാധ്യമാകുന്നു? നമ്മളിപ്പോൾ വായിച്ചതുപോലെ പരിശുദ്ധാത്മാവിനെ സ്നാനപ്പെടണം. എനിക്ക് വലിയ വിഷമമുണ്ട്. പ്രത്യേകിച്ച് IPC സഭകളിലൊക്കെ പണ്ട് ഞാൻ 15 വർഷമേ ഉള്ളൂ. 15 വയസ്സുള്ള ഒരു പൈതലാണ്, ഒരു ബാലൻ. ഞാൻ കേട്ടിട്ടുണ്ട് കാത്തിരിപ്പ് യോഗം എന്നൊരു യോഗം ഉണ്ടായിരുന്നു. നിങ്ങളാരും കേട്ടിട്ടുണ്ടോ? ബുദ്ധിമുട്ട് കേട്ടിട്ടുണ്ടോ? ഇവിടെ ഉണ്ടായിരിക്കും, പക്ഷേ അത് പലയിടത്തും. ഉപവാസ പ്രാർത്ഥന ഇവിടെ ഉണ്ട്, പക്ഷെ പലയിടത്തും. ഞങ്ങളുടെ സഭ ഉപവാസ പ്രാർത്ഥന ഉണ്ടോ? ദേവദാസൻ ഒരു വെള്ളിയാഴ്ച ശുശ്രൂഷിച്ചൊരു വേലിയുണ്ടല്ലേ? വേലിയൊക്കെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന ഞാനില്ലായിരുന്നു. ജോൺസൺ കുമാർ പാസ്റ്റർ ഉണ്ടായിരുന്നു. അത് അപ്പോൾ പാസ്റ്റർ അറിയാൻ ഞങ്ങളുടെയൊക്കെ ഉപവാസ പ്രാർത്ഥന എങ്ങനെയാണ്? നല്ല പാസ്റ്റർ അന്വേഷണം. ഞങ്ങളുടെയൊക്കെ ഉപവാസ പ്രാർത്ഥന എങ്ങനെയാണ്? ഇങ്ങനെയാണ്. ഞാനുള്ള കാര്യം പറയുക, എനിക്ക് വലിയ വിഷമമാണ്.
ദേവദാസ് നേരിട്ട് കണ്ടതാണ്. വലിയ വിഷമമുണ്ട്. ഒരു പക്ഷേ കുറച്ചൊന്ന് ചൂട് പിടിപ്പിച്ചാലൊന്ന് ചെറുതായിട്ടൊന്നും വല്ല പാസ്റ്റർ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവരെ കുറ്റം പറയാതെ കേട്ടോ. നമ്മുടെ സഭകൾ അങ്ങനെ ആയിപ്പോയി. പാറപ്പുറത്ത് പണിയ സഭകളായി അങ്ങനെയില്ല. പക്ഷേ ഉപവാസ പ്രാർത്ഥന വേണം, അതിനോടൊപ്പം കാത്തിരിപ്പ് യോഗം വേണം. ശക്തമായി വാദിക്കാനുണ്ട്. എന്തിനു വേണ്ടി കാത്തിരിപ്പ് യോഗം? അന്തരീക്ഷത്തിനായിട്ട്. നമ്മള് ദേവദാസൻ കുറച്ചു പറഞ്ഞു അപ്പോസ്തല പ്രവൃത്തിയെ കുറിച്ച്. അപ്പോസ്തല പ്രവൃത്തി എന്ന പുസ്തകത്തിനൊരു പ്രത്യേകതയുണ്ട്. അത്ഭുതങ്ങളുടെ അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ ഓഫ് മിറക്കിൾസ്. ദേവദാസന്മാർ നടന്നു വരുമ്പോൾ ആൾക്കാർ വഴിയുടെ ഇരുവശത്തും വന്നു നിൽക്കും രോഗികളുമായിട്ട്. അവരെല്ലാം ആരുടെയൊക്കെ മേൽ ദേവദാസന്മാർ ദൃഢം തട്ടുന്നു, അവരെല്ലാം സൗഖ്യമാവുകയാണ്. ദേവദാസന്മാർ മുഖം തുടച്ച റൂമാലുകൊണ്ടാണ് നേരിട്ട് സൗഖ്യം ചാടി എഴുന്നേൽക്കും. മരിക്കാൻ കിടക്കുന്ന ചാടി എഴുന്നേൽക്കും. അത് അത്ഭുതത്തിന്റെ അന്തരീക്ഷമാണ്. അതുപോലെ പരിശുദ്ധാത്മ പകർച്ചയുടെ അന്തരീക്ഷമുണ്ട്, പരിശുദ്ധാത്മ സ്നാനത്തിന്റെ അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷത്തെ ദൈവ കൃപയെ ഉളവാക്കുന്നതാണ്. കാത്തിരിപ്പിയോഗങ്ങൾ ആരംഭിക്കണം. സഭയിൽ എനിക്കറിയാം ഉണ്ടെന്ന് ഇവിടെ, പക്ഷേ അത് കുറച്ചുകൂടെ പുഷ്ടിപ്പെടുത്തണം. പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കാത്തവർ നമ്മുടെ സഭയിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. സ്തോത്രം. കാരണം എന്താണ്? ഈ അഭിഷേകം പ്രാപിച്ചില്ല എങ്കിൽ അവിടെ ഇവിടെ ശൂന്യതകൾ ഉണ്ടാകും. അല്ലേ? അവിടെ ഇവിടെ ശൂന്യതകളുണ്ടായിട്ട് വീണ്ടും ജഡമുള്ളിൽ പ്രവേശിക്കുവാൻ സാധ്യതയുണ്ട്. പ്രവേശിക്കുമെന്നല്ല, സാധ്യതയുണ്ട്. ആ സാധ്യത ഒഴിവാക്കുവാനായിട്ട് പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കാൻ എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ മുഴങ്കാലിരിക്കണം, അതിനുവേണ്ടി വാഞ്ചിക്കണം, അതിനുവേണ്ടി വേഗത്തിൽ ഞാൻ നിർത്തുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 5ഉം 8ഉം വാക്യം ചേർത്ത് വായിച്ചേ. ഈ വാക്യമൊന്നും മറന്നു പോകരുത്. ഞാൻ എഴുതി കൊടുത്തിട്ടാണ്, നിങ്ങൾക്ക് ആവശ്യമായി എഴുതുക. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 5ഉം 8ഉം വാക്യം ചേർത്ത് വായിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. സ്തോത്രം. വളരെ വ്യക്തമായിട്ട് സ്നാപകനായ യേശു കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. വാട്ട് ഈസ് the baptism in Holy Spirit? പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ത് എന്ന് പറഞ്ഞിരിക്കുക. നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ വായിച്ചു. യോഹന്നാൻ സ്നാനത്തെ കുറിച്ച് പറയുന്നു, ഞാനോ വെള്ളം കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിക്കുന്നു, എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. യേശു ഇത് തന്നെ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ പറയുകയാണ്, യോഹന്നാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, ഏറെ നാൾ കഴിയും മുമ്പേ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടും. അപ്പോൾ ഇവർക്കൊന്നും അറിയില്ല എന്താണെന്ന്. അല്ലാതെ ഒരു വർഷം ചോദിച്ചു കാണും, കർത്താവ് എന്താണ് പരിശുദ്ധാത്മാവിൽ സ്നാനം പറയുന്നത്? അപ്പോൾ കർത്താവ് പറയുകയാണ്, വളരെ ലളിതമായിട്ട് പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ വിട്ടിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകും. എന്നിട്ട് ഞാൻ പിതാവിനോട് ചോദിക്കും, എന്റെ അപ്പ എന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ എന്റെ ശിഷ്യന്മാരുടെ കൂടെ സദാകാലം എന്നേക്കുമായിരിക്കുവാൻ, അവരുടെ കൂടെ വസിക്കുവാനായിട്ട്, അവരോട് വാദിക്കുവാനായിട്ട്, അവരെ പഠിപ്പിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവായ ദൈവത്തെ അവരുടെ മേൽ അയക്കണമേ. അയക്കുമ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾ ശക്തി പ്രാപിക്കും. ശക്തി പ്രാപിച്ചു എന്ന് സംഭവിക്കും. നിങ്ങൾ ആദ്യം യെരൂശലേമിലും പിന്നെ യഹൂദയിലും ശമര്യയിലും ലോകത്തിന്റെ അറ്റത്തോളം എന്താകും? സാക്ഷികളാകും. ാവുമെന്നാ പറഞ്ഞു, പണക്കാരനാവുമെന്ന് പറഞ്ഞു, വലിയ പ്രവാചനാവെന്ന് പറഞ്ഞു, വലിയ അപ്പോസ്തലനാവെന്ന് പറഞ്ഞു, എന്റെ ശിഷ്യനാകും. എന്താണ് ശിഷ്യൻ? അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പരിശുദ്ധാത്മ സാന്നിധ്യം മനസ്സിലായല്ലോ. ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാ നമ്മുടെ മേൽ വരുന്നത്, നമ്മെ ബലപ്പെടുത്തുന്നതിന്, നമ്മെ ശക്തിപ്പെടുത്തുന്ന പേരാണ് പരിശുദ്ധാത്മാവിന്റെ സ്നാനം. പരിശുദ്ധാത്മ സ്നാനത്തിൽ നിന്ന നിമിഷം ഒരു വ്യക്തി അവന്റെ ഉച്ചവരെ സ്വർഗീയ സത്യാൽ നിറയപ്പെട്ട് അവൻ ബലവാനാകും.
ഈ പ്രപഞ്ചത്തിലെ ഏത് ശക്തി എതിർത്താലും അതിനെ ചെറുത്തു നിൽക്കുവാൻ, അതിനോട് എതിരിടുവാനുള്ള സ്വർഗീയ ശക്തിയാൽ ഇതാണ് പരിശുദ്ധാത്മാവ് സംഭവിക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിന്റെ ശിഷ്യനാകും. എന്താണ് ക്രിസ്തുവിന്റെ ശിഷ്യൻ? എന്താണ് ശിഷ്യൻ? ഒറ്റ വാക്കിൽ എന്റെ ഉള്ളിലുള്ള ചിന്ത പറയാം, ഗുരുവിനെ പ്രദർശിപ്പിക്കുന്നവനാ ശിഷ്യൻ. അപ്പോൾ യേശുവിനെ ലോകത്തിന് മുമ്പാകെ വരച്ചു കാട്ടുന്നവരാണ് യേശുവിന്റെ ശിഷ്യൻ. ഞാൻ ചോദിക്കട്ടെ, രക്ഷിക്കപ്പെട്ട അനേകം നാളുകളായി, വർഷങ്ങളായി പാരമ്പര്യമുണ്ടായിരിക്കും. എന്നെങ്കിലും ഈ യേശു ക്രിസ്തുവിനെ നിന്റെ സഹോദരന്റെ മുമ്പില്, അയൽവക്കക്കാരുടെ മുമ്പില്, അതിന് കൂട്ടുകാരുടെ മുമ്പില് വരച്ചു കാട്ടുവാൻ സാധിച്ചു. അങ്ങനെ സാധിച്ചിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ ആഗ്രഹിക്കണം. അവിടുത്തെ പരിശുദ്ധാത്മ ശക്തികളെ നിറയ്ക്കണമേ. എന്റെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയില്ല കർത്താവേ, എനിക്ക് ഈ ലോകത്തിന് മുമ്പാകെ പ്രദർശിപ്പിച്ച് കാണിക്കണം. നിങ്ങളല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ, നിന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ.
ശൂന്യത എന്ന് തോന്നുന്നു, എവിടെ പാടായിരിക്കുന്നു തോന്നുന്നു, എവിടെ വെളിച്ചമില്ലാൻ തോന്നുന്നുവോ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ ഇറങ്ങി വന്ന് പുറന്നിരിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ അവിടുത്തെ ശക്തിയാൽ, ഉയർത്തിലെ ശക്തി ഇതിനു വേണ്ടിയാണ് എനിക്കിതിന്റെ സാക്ഷിയായിരിക്കണം, എനിക്കിതിന്റെ ഉത്തമ ശിഷ്യനായിട്ട് ദർശിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് വാഞ്ച, നമ്മുടെ ആഗ്രഹം സഭയിൽ നിന്നുകൊണ്ട് ദേവദാസന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവവചനം ശുശ്രൂഷിക്കുവാനായിട്ട് കർത്താവിനെ ബലപ്പെടുത്താൻ ദൈവത്തെ സ്തുതിച്ച് ഈ സഭയെ ദൈവങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രയും സമയം എന്നെ കേവലം നിങ്ങളുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേക ദേവദാസനോടുള്ള അകമഴിഞ്ഞ നന്ദി അറിയിക്കുന്നു. ദൈവധർമ്മമായിട്ട് അനുഗ്രഹിക്കുവാനാകട്ടെ.